അഞ്ചാമത്തെ ട്രെയിനിങ് പ്രോഗ്രാമിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ 925 ദിനങ്ങൾ എങ്ങനെ കടന്നു പോയത് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മാത്രം ആൻസർ ഇല്ല. ഈ 975 ദിവസങ്ങളിലെ സൗഹൃദങ്ങളും അതുപോലെ തന്നെ അതിന്റെ കൂട്ടുകെട്ടുകളുമാണ് ഈ കോഫി ടോക്കിന് ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ പ്രചോദനം നൽകിയത്. ഈ 975 ട്രെയിനേഴ്സും 75 ടോപ്പിക്കുകളുമായി നമുക്ക് എന്ത് ചെയ്യും, നമ്മളെ മനസ്സിലേക്ക് കയറി വന്നു. അതിന് ഒത്തിരി പേര് പ്രചോദനം കൊണ്ട് കോഫി ടോക്ക് എന്ന് പറഞ്ഞ മഹാ ഒരു കുടുംബത്തിന്റെ അപ്പുറത്ത് മഹാ ഒരു സാഗരമായി ഉയർത്തെഴുന്നേറ്റു. ഇനി 25 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ള നമ്മുടെ മഹാസംഗമത്തിന് തുടക്കം കുറിക്കുവാൻ ഇതിലേക്ക് ഏകദേശം 25ഓളം രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞു. ഏകദേശം 100-ൽ കൂടുതലാണ് സംഘാടകർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സംഘാടകർ എന്ന് പറഞ്ഞാൽ ഒന്നില്ല, നമ്മളെല്ലാവരും ഈ കോഫി ടോക്കിലെ കുടുംബമാണ്. അപ്പൊ എല്ലാവരും ഒരുമിച്ച് ഈ പ്രോഗ്രാം വളരെ ഭംഗിയായിട്ട് മികവുറ്റതാക്കിയിട്ട് വിജയിപ്പിക്കണം എന്നാണ് നമ്മളെല്ലാവരും എടുത്ത തീരുമാനം. അപ്പോൾ എല്ലാ ഫാമിലീസിനും എല്ലാവർക്കും കാണാനും അതുപോലെ തന്നെ സൗഹൃദങ്ങൾ പങ്കെടുക്കാനുള്ള ദിവസങ്ങളായി തീരട്ടെ നമ്മളെ ഇനി വരുന്ന 25 ദിവസങ്ങൾക്ക് ശേഷം വരുന്ന മീറ്റപ്പ്. ഞാൻ ഇന്ന് ഒരു കോട്ട് വായിച്ചു, അടിപൊളി കോട്ടാണ്. ക്ഷമയോടെ ഇരിക്കുക, ജീവിതത്തിലെ ഏറ്റവും മികച്ചത് ലഭിക്കാൻ ചിലപ്പോൾ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. അടിപൊളി കോട്ടാണ്. നമ്മൾ ക്ഷമയോടെ നമ്മളോട് ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. പ്രതിസന്ധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും മോശമായ അവസ്ഥയിലും ലൈഫിലേക്ക് ബിസിനസ് പരമായിട്ടോ വേറെ ഏതെങ്കിലും ജോബ് പരമായിട്ടോ നമുക്ക് കയറി വരുന്ന സമയത്ത് നമ്മളോട് ക്ഷമയോടെ ഇരിക്കാൻ വേണ്ടി പറഞ്ഞു. ഇനി അടുത്ത കോട്ടാണ്, ജീവിതത്തിലെ ഏറ്റവും മികച്ചത് ലഭിക്കുവാൻ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ജീവിതത്തിലേക്ക് ഇനി അടുത്ത നാളെ മികച്ച ഒരു സംഭവം ലഭിക്കുവാൻ ഈ ക്ഷമയോടെ കാത്തിരിക്കുന്ന ഈ നിമിഷത്തിന്റെ മോശപ്പെട്ട അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകേണ്ടി വരും. ആ അവസ്ഥ നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നാളത്തെ ഒരു ലൈഫിന്റെ ഒരു സ്റ്റൈലിലേക്ക് അല്ലെങ്കിൽ ലൈഫ് ഒന്ന് ചേഞ്ചിലേക്ക് നമ്മൾ എന്ത് ചെയ്യും, വളരെ വേഗത്തിലെത്തും. അപ്പോൾ ഏറ്റവും കൂടുതൽ ജീവിതത്തിന്റെ മോശപ്പെട്ട അവസ്ഥയിലൂടെ കടന്നു പോവാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ജീവിതത്തിൽ മികച്ചത് ലഭിക്കും എന്നുള്ള ഒരു കോട്ട് കൂടി ഞാൻ ഓർമ്മിക്കുന്നു. ദ മീറ്റിംഗ് ഈസ് കണക്ഷൻ വിത്ത് 7 AM Coffee Talk call to order now. And I would like to invite today the welcome speech, Jalil sir. Okay, good morning, Chairman, for the privilege. Okay, thank you very much. 975 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കോഫി ടോക്ക് ഇത്ര തടസ്സം കൂടാതെ നിലയ്ക്കാത്ത ഒരു പ്രവാഹമായി ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം പോകുന്നത്. ഒരുപക്ഷെ ചരിത്രത്തിൽ ഇടം പിടിക്കും തന്നെയാണ് നമ്മളുടെ വിശ്വാസം. മറ്റൊന്ന്, നമ്മൾ ഈ ഇന്നത്തെ ട്രെയിനർ ട്രാൻസ്ഫോർമേഷണൽ ട്രെയിനറാണ്. അതും നമ്മളെ കോഫി ടോക്കും തമ്മിൽ ഒരു ഭയങ്കര ബന്ധമുണ്ട്. ഒരു നാണയത്തിന്റെ ഇരുപുറം എന്ന് പറഞ്ഞ മാതിരിയാണ്. കാരണം ഈ കോഫി ടോക്ക് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത് തന്നെ, നമ്മൾ രൂപീകരിച്ചത് തന്നെ ഒരു ട്രാൻസ്ഫോർമേഷന് വേണ്ടിയാണ്. ആ ഒരു ചേഞ്ച് നമ്മളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. മാത്രമല്ല, നൂറുകണക്കിന് ആളുകളിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ചേഞ്ച് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് നമ്മളെ കോഫി ടോക്ക്. ഇത് തന്നെയാണ് ഇതിന്റെ വിജയം. മാത്രമല്ല, ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളും അതിന്റെ ഒരു റിഫ്ലക്ഷനും അതിന്റെ ഒരു റിയാക്ഷനും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളോട് പറയുന്നുണ്ട്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ കോഫി ടോക്കിന്റെ വിജയം എന്നറിയപ്പെടുന്നത്. വളരെ കൃത്യമായി പ്ലാനോട് കൂടി വളരെ അപ്ഡേഷനോട് കൂടിയാണ് നമ്മുടെ ഈ ട്രെയിനിങ് പ്രോഗ്രാം പോകുന്നത്. ഒരുപാട് ആളുകൾക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തന്നെ 1-2 ട്രെയിനിങ് നമുക്ക് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യമാണ്. ഈ കോഫി ടോക്കിലൂടെയാണ് കിട്ടുന്ന വിവിധങ്ങളായ ടോപ്പിക്കുകൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കരിയറിലും വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്തായാലും ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്നത്തെ ടോപ്പിക് എന്നറിയപ്പെടുന്ന അപ്ഡേറ്റ് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമായി ഉണ്ടാവേണ്ട ഒരു സാധനമാണ് അപ്ഡേഷൻ. അപ്ഡേഷൻ ഇല്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയി പോകും നമ്മൾ കേട്ടിട്ടുള്ള സാധനമാണ്. എന്തായാലും വളരെ പ്രശസ്തനായിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള ഒരു ട്രെയിനറാണ് നമുക്കിന്ന് പ്രദീപ് സാർ വരികയാണ്. നമുക്ക് എൻജോയ് ചെയ്യാം. അദ്ദേഹത്തിന്റെ ആ സ്കില്ലും അദ്ദേഹത്തിന്റെ ടാലൻസും നമുക്ക് വേണ്ടുവോളം എൻജോയ് ചെയ്ത് നമുക്ക് ഈ കോഫി ടോക്കിനെ ഏറ്റവും ഉന്നതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ കോഫി ടോക്കിലെ ഇന്ന് ട്രെയിൻ ചെയ്യാൻ പോകുന്ന ട്രെയിനർ ഡോക്ടർ പ്രദീപ് സാറെ ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. മറ്റൊന്ന്, ഇന്നത്തെ ചെയർമാൻ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള നമ്മളൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട മുജീബ് സാർ, അതുപോലെ തന്നെ മലേഷ്യയിൽ നിന്നുള്ള നമ്മളെ ഇതിനു വേണ്ടി രാവിലെ തന്നെ പ്രയാസപ്പെട്ട് വളരെ താല്പര്യത്തോടെ വരുന്ന ഉസ്മാൻ സാഹിബ്, അതുപോലെ തന്നെ ശ്രീജിത് സാർ, മനോജ് സാർ തുടങ്ങി ഒരു രേഖാമയം തുടങ്ങിയിട്ടുള്ള എല്ലാവരെയും കൃത്യമായി വളരെ സീനിയേഴ്സ് ആയിട്ടുള്ള നമ്മുടെ കോഫി ടോക്കിലെ അംഗങ്ങൾ എല്ലാവരെയും കൃത്യമായിട്ട് സ്വാഗതം ചെയ്തുകൊണ്ട്
എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു മുജീബ് സാർ. താങ്ക് യു. താങ്ക് യു ജലീൽ സാർ. കോഫി ടോക്കിലെ ഈ തുടക്കത്തിൽ ഏതൊരു ഗാദറിങ്ങും അതുപോലെ തന്നെ ഏതൊരു EPS പോലുള്ള ഒരു പ്രോഗ്രാം വെച്ച് കഴിഞ്ഞാൽ ജലീൽ സാറിന്റെ സാന്നിധ്യം അവിടെ എന്തായാലും കറക്റ്റ് ആയിട്ട് അത് ഉണ്ടാവും. അത് എപ്പോഴും ജലീൽ സാറ് സിമ്പിൾ സാന്നിധ്യമല്ല, അത് എല്ലാ സ്ഥലത്തും എല്ലാ മേഖലകളും എന്ത് ചെയ്യുക, നമ്മൾ അങ്ങോട്ട് സംസാരിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിട്ട് മുട്ടി സംസാരിക്കുന്ന ഒരു പ്രകൃതം കൂടിയാണ്. താങ്ക് യു. ഇത്രയും കോഫി ടോക്കിൽ ഇത്രയും നല്ല ആളുകളാണ്. നമ്മൾക്കും നമ്മളെ ഫാമിലിക്കും നമ്മളെ ചെറിയ കുട്ടികൾക്കും നല്ല പ്രചോദനം നൽകുന്ന ഒരു വ്യക്തിയും കൂടിയാണ്. എല്ലാ ഭാഗങ്ങളും വളരെ വ്യക്തമായി ടച്ച് ചെയ്തുകൊണ്ട് ഒരു നല്ലൊരു വെൽക്കം സ്പീച്ച് സമ്മാനിച്ചതിന് ഒരു താങ്ക്സ്. തിരുവനന്തപുരം എന്നൊരു സ്ഥലത്തില് ഞാൻ എപ്പോഴും ഞാൻ കൂടുതൽ യാത്ര ചെയ്യാത്തൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ എനിക്ക് പല സ്ഥലത്തും യാത്ര ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല, അതുകൊണ്ടാണ്. പക്ഷെ തിരുവനന്തപുരത്തേക്ക് ഞാൻ രണ്ടാമത്തെ തവണയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ നല്ലവരായ ഷിനു സാറ്, അതേപോലെ റജി സാറ്, നമ്മളെ അവിടെ നസീന അമ്മ, മധു സാറ്, ഇവരൊക്കെ നല്ല നല്ല വ്യക്തികളായ ആളുകളുള്ള ഒരു സ്ഥലം കൂടിയാണ് ട്രിവാൻഡ്രം. അതുകൊണ്ട് ഈ തിരുവനന്തപുരം എന്നുള്ള സ്ഥലത്തേക്ക് പോകാൻ എനിക്ക് എപ്പോഴും ഇപ്പൊ കൊതി വരാറുണ്ട്. ഇന്നത്തെ വ്യക്തി നമ്മളെ ട്രെയിനർ തിരുവനന്തപുരക്കാരാണ്. അതേപോലെ തന്നെ 5 വർഷത്തോളമായി ട്രെയിനിങ് ഫീൽഡിൽ ലൈഫ് സ്കിൽ ആൻഡ് ലീഡർഷിപ്പ്, കാരിയർ ഗൈഡൻസ്, പാരന്റിങ് ട്രെയിനിങ് മേഖലകൾ തിളങ്ങി നിൽക്കുകയാണ്. ഒത്തിരി പേർക്ക്, ആയിരക്കണക്കിൽ പറയാൻ പറ്റില്ല, 10,000-കണക്കിന് ആളുകൾക്ക്, സ്റ്റുഡൻസിനും പാരന്റ്സിനും അതുപോലെ തന്നെ ഓർഗനൈസേഷനൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമുകൾ തന്റെ ഡെഡിക്കേഷൻ ട്രെയിനിങ് പ്രോഗ്രാമിലൂടെ ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്ന ഒരാളും കൂടിയാണ്. ദ ഡയറക്ടർ ഓഫ് ദ പ്രദീപ്തി എഡ്യൂക്കേഷണൽ എൻഹാൻസ്മെന്റ് സെന്ററും കൂടി നടത്തുന്നു ട്രിവാൻഡ്രത്ത്. ചില്ലറക്കാരല്ല. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ദൈവം തന്ന സ്കില്ല്, നമുക്ക് ദൈവം തന്ന കഴിവ്, നമുക്ക് ഒരു ജനങ്ങളിലേക്ക്, വ്യക്തികളിലേക്ക്, സമൂഹങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവരെ ട്രാൻസ്ഫോം ചെയ്യുന്ന ഒരു പ്രത്യേക മെത്തേഡാണ് സാർ ഉപയോഗിച്ചിട്ടുള്ളത്. ദ ട്രെയിനർ സർട്ടിഫിക്കേഷൻ ഫ്രം ദ ലൈഫ് ടെക് സൊല്യൂഷൻ ദ കോട്ടയം, ദ കാരിയർ മെന്റർ സർട്ടിഫിക്കറ്റ് ഹഗ് ഇന്റർനാഷണൽ, PG ഡിപ്ലോമ സൈക്കോളജി കൗൺസിലിംഗ്. നമുക്ക് എല്ലാവരെയും ഈ കോഫി ടോക്കിലേക്ക് 975-ാമത്തെ ദിവസത്തിലെ കോഫി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. ഡോക്ടർ പ്രദീപ് ES, MSc, MPhil, PhD, biotechnology. Okay, I would like to invite again the training the program for 30 minutes. Dr. Pradeep, yes, sir, floor is your own. I hand over this floor to you. Thank you, sir. എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ല വാക്കുകൾ നമ്മുടെ മുജീബ് സാർ ഇപ്പൊ പറഞ്ഞു, എന്നെ വെൽക്കം ചെയ്തു. എന്തായാലും ഈ ഒരു പ്ലാറ്റ്ഫോം 975-ാമത്തെ എപ്പിസോഡാണ് എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. 1000 എപ്പിസോഡിനോട് അടുക്കുകയാണ്. തീർച്ചയായിട്ടും ഇതൊരു ചരിത്രം തന്നെയാണ്. അപ്പൊ ഈ ചരിത്രപരമായ അത്രയും പ്രാധാന്യമുള്ള ഈ ഒരു വലിയ പ്ലാറ്റ്ഫോമിൽ ഇന്നത്തെ ദിവസം തന്നതിന് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പൊ എന്നെ കേൾക്കാനെത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. അപ്പൊ ഇന്നത്തെ എന്റെ വിഷയം അപ്ഡേറ്റ് എന്നതാണ്. എന്താണ് അപ്ഡേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം? എന്താണ്? ആർക്കെങ്കിലും പങ്കുവയ്ക്കാം. അപ്ഡേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ഡേ ടു ഡേ ലൈഫിൽ ചേഞ്ചസ് കൊണ്ടുവരിക, നമ്മൾ സെൽഫ് അപ്ഡേറ്റ് ചെയ്യുക. മുജീബ് സാർ പറഞ്ഞത് ശരിയാണ്. മറ്റെന്തെങ്കിലും അർത്ഥം അപ്ഡേറ്റ് എന്ന് പറയുന്ന വാക്കിന്റെ ഒരു അർത്ഥം? പുതുമ കാലത്തിനനുസരിച്ച് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ആജശ്രീ മാം പറഞ്ഞത് ശരിയാണ്. കാലത്തിനനുസരിച്ച് നമ്മൾ മാറുക. ഇപ്പൊ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ മൊബൈൽ ഫോണ് ഇടയ്ക്കിടയ്ക്കൊക്കെ അതിൽ വരാറില്ലേ നോട്ടിഫിക്കേഷൻ, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. നമ്മൾ കാണാറില്ലേ? നമ്മൾ ചെയ്യാറുണ്ടല്ലോ. അത് നമ്മുടെ കമ്പ്യൂട്ടറിലും ലാപ്ടോപ്പിലും മൊബൈലിലൊക്കെ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ് അപ്ഡേഷൻ. എല്ലാവരും ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച്, ഞാനൊരു 2 വരി പാട്ട് പാടാം. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം, കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം, ആടിക്കാറ്റായി പായും പ്രായം, ആടിക്കാറ്റായി പായും പ്രായം, കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം. ഇനി മെല്ലെ ഒന്ന് കണ്ണു തുറന്നേ. നിങ്ങളുടെ കുട്ടിക്കാലത്തിന്റെ ഓർമ്മകളിലേക്കൊക്കെ പോയോ?
നല്ല നല്ല ഓർമ്മകള്, കുട്ടിക്കാലത്തിനെ കുറിച്ചുള്ള നല്ല ഓർമ്മകൾ മനസ്സിൽ വന്നെങ്കിൽ തീർച്ചയായിട്ടും പങ്കുവെക്കാം. പിന്നെ സ്കൂളിട്ട് വരുമ്പോ ആ മഴയത്ത് ഓടിയിട്ട് പെട്ടെന്ന് ജയഹേന്ന് തീർന്നതിന്റെ മുമ്പ് പുറത്ത് ചാട്ടൊക്കെയാണ് ഓർമ്മ വന്നത്. ഞങ്ങളവിടെ ഒരു കുളത്തിൽ ചാടി കുളിച്ചാണ് ഓർമ്മ വരുന്നത് സാറേ. കൊള്ളാം. പെട്ടെന്ന് അത് ഓർമ്മ വന്നു. താങ്ക് യു. ഓക്കെ. അപ്പൊ എല്ലാരും ഒന്ന് ബാല്യകാലത്തിലേക്കൊക്കെ പോയി നല്ല നാട്ടുമ്പുറത്തിന്റെ നല്ല നമ്മൾ പ്രജീഷ് കളിച്ച് സാറേ നടന്ന ആ ഒരു പ്രജീഷ് സാറേ, പിന്നെ എന്റെയൊക്കെ കുട്ടിക്കാലം എന്ന് പറഞ്ഞപ്പോ ഈ മഴയൊക്കെ വരുമ്പം ഭയങ്കര മഴ പെയ്യണേ, പുഴയെല്ലാം നിറയണമേ, കാരണം വെച്ചാൽ സ്കൂളിന് അവധി കിട്ടും. ഇന്നൊരു ചെറിയ മഴ വരുമ്പോൾ നമുക്ക് ഒരു ഭയമാണ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നത്. ഓക്കെ. താങ്ക് യു സാർ. അപ്പൊ എന്തായാലും പണ്ട് കാലത്ത് നമ്മൾ ഓടി നടന്ന് കളിച്ച ഔട്ട്ഡോർ ഗെയിംസ് ഒന്നും അല്ല ഇന്നത്തെ കാലത്ത് കുട്ടികൾ കളിക്കുന്നത്, ശരിയല്ലേ? കുട്ടികൾക്ക് അതിനുള്ള അവസരങ്ങൾ ഇന്നില്ല. അപ്പൊ ഇന്നെല്ലാവരും കൂടുതലും കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെയാണ് കൂടുതലും കളിക്കുന്നത്. എന്റെ മക്കളും അങ്ങനെ തന്നെയാണ്. കൂടുതലും ഔട്ട്ഡോർ ഗെയിംസിനല്ല, ഇൻഡോർ ഗെയിംസിനാണ് അവർ പ്രാധാന്യം. അപ്പൊ അവര് ഇത് അപ്ഡേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അവര് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അത് നല്ലതാണോ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാം. അപ്പോ ബാല്യകാലത്ത് നമ്മൾ കളിച്ച കളികളും കാര്യങ്ങളൊന്നും അല്ല ഇന്നത്തെ കാലത്ത്. അപ്പൊ അവര് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള കുട്ടികൾ പ്രിഫർ ചെയ്യുന്ന ഗെയിംസ് വേറെ രീതിയിലുള്ളതാണ്. അപ്പൊ ലോകം ഓരോ ദിവസവും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അപ്ഡേഷൻ വേണോ വേണ്ടേ? എന്റെ ചോദ്യം ഇതാണ്. ലോകം അപ്ഡേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ കുട്ടിക്കാലത്തുള്ള കളികളും കാര്യങ്ങളും ടെക്നോളജി ഒന്നും അല്ല ഇന്ന്. അപ്പൊ നമുക്ക് അപ്ഡേഷൻ വേണോ വേണ്ടേ? നിങ്ങൾ എന്ത് പറയുന്നു? അപ്ഡേഷൻ വേണമെങ്കിൽ ഒരു തംസപ്പ് തന്നെ വേണം. യെസ് എന്നിവിടെ ചാറ്റ് ബോക്സിൽ വരുന്നുണ്ട്. സൂസൻ മാം തംസപ്പ് വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അപ്ഡേഷൻ വേണം. ഓക്കെ. എല്ലാവരും അതിനോട് യോജിക്കുന്നു. അപ്പൊ നമ്മുടെ ഹ്യൂമൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനും നമുക്കൊരു അപ്ഡേഷൻ ആവശ്യമാണ്. അപ്പൊ ആ ഒരു അപ്ഡേഷനെ കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ നിങ്ങളുമായിട്ട് ഞാനൊരു അപ്ഡേറ്റ് ഫ്രെയിം വർക്കാണ് പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പൊ ഈ അപ്ഡേറ്റ് എന്ന് പറയുന്നത് ആ വാക്കിലെ ആദ്യത്തെ അക്ഷരമാണ് ഞാനിന്ന് എടുക്കുന്നത്. ഒന്നാമത്തെ വാക്ക് ഏതാണ്? ഒന്നാമത്തെ വാക്ക് അപ്ഡേറ്റിന്റെ ഒന്നാമത്തെ ലെറ്റർ ഏതാണ്? യു. അപ്പൊ യു എന്ന് പറയുന്നത് അൺലേൺ എന്ന് പറയുന്ന ഒരു വാക്കുമായിട്ട് കണക്ട് ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അൺലേൺ. ശരിക്കും നമ്മുടെ ജീവിതത്തില് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുനാൾ മുതലേ പഠിച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ മൈൻഡിൽ ഒത്തിരി കാര്യങ്ങൾ ഫിക്സ് ആയിരിക്കുകയാണ്. ഒരുപാട് ചിന്തകൾ, പല പല പാറ്റേൺസ് നമ്മുടെ ബ്രെയിനിൽ ഫോം ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ ആ പഴയ സാഹചര്യം അല്ലെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളും നമ്മൾ പ്രതികരിക്കുന്നത് ആ പഴയ ആ ഒരു ബ്രെയിനിൽ നമ്മൾ ഫോം ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ന്യൂറൽ നെറ്റ്വർക്കിന്റെ ആ ഒരു പാത്വേ അനുസരിച്ചായിരിക്കും. പക്ഷെ പണ്ടത്തെ ഒരു സാഹചര്യം ആയിരിക്കില്ലെങ്കിൽ പോലും നമ്മുടെ പെരുമാറ്റം, നമ്മുടെ തോട്ട്സ്, ആ സമയത്തുള്ള നമ്മുടെ പ്രതികരണങ്ങളൊക്കെയും ഒരുപക്ഷെ ആ പഴയ ആ ഒരു പാറ്റേൺ അനുസരിച്ചായിരിക്കും നമ്മൾ കൊണ്ടുപോകുന്നത്. ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാല്, ഒരു ആനയെ നമുക്കറിയാം. ആന എന്ന് പറയുന്നത് ഒരു കരയിലെ ഒരു വലിയ മൃഗമാണ്. അത് കാട്ടില് ഉള്ള ആനയെ പിടിച്ചിട്ട് നമ്മൾ നാട്ടിൽ കൊണ്ടുവന്ന് മെരുക്കിയാണ് നമ്മുടെ അമ്പലങ്ങളിലെ ഉത്സവത്തിനായാലും തടി പിടിക്കാനായാലും മറ്റു പല ഉദ്ദേശങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നത്. അപ്പൊ ഒരിക്കല് ഒരു വിദേശിയായിട്ടുള്ള ഒരു വ്യക്തി നമ്മുടെ കേരളം കാണാനായിട്ട് വന്നപ്പോ അദ്ദേഹം ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്, ഇത്രയും വലിയ ആനയെ ഒരു ചെറിയൊരു കയറിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ആ ഗൈഡിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ആന ഇങ്ങനെ ഒരു കയറിൽ കെട്ടിയിടുന്നത്? അത് പൊട്ടിച്ചു പോകാത്തത് എന്താണ്? അപ്പൊ അങ്ങനെ ചോദിച്ചപ്പോ ആ ഗൈഡ് കൊടുത്ത മറുപടി ഇതാണ്. എന്തായിരിക്കും മറുപടി? എന്തായിരിക്കും? ആന എന്തുകൊണ്ടായി ഒരു ചെറിയൊരു ചങ്ങലയിലോ കയറിലോ കെട്ടിയിട്ടാലും അതൊന്ന് പൊട്ടിച്ചിട്ട് പോകാൻ ശ്രമിക്കാത്ത എന്താണ്? ചെറുപ്പം മുതലേ അതിൽ വളർന്നു. അതിന്റെ ശക്തി അറിയില്ല. ആനയുടെ ശക്തി അത് ആനയുടെ മനസ്സിലാക്കിയിട്ടില്ല. വലിപ്പം അറിയില്ല. അതെ, ആനയ്ക്ക് അതിന്റെ വലിപ്പം ചെറുതിനെ. എന്നെ കെട്ടിയിട്ടിരിക്കുന്നു എന്നുള്ള തോന്നല്. ഓക്കെ. അപ്പോ ആനയെ ചെറിയ കുട്ടി ആന ആയിരിക്കുമ്പോഴേ അതിനെ കാട്ടിൽ നിന്ന് നാട്ടിലേക്ക് പിടിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കെട്ടിയിടുമ്പോ അത് അവിടുന്ന് പൊട്ടിച്ചു പോകാനായിട്ട് ശ്രമം നടത്തുമ്പോ എന്ത് ചെയ്യും? അപ്പൊ പാപ്പാൻ തോട്ടി കൊണ്ട് നല്ല അടി കൊടുക്കും. അപ്പൊ കുറെ നാൾ ഇങ്ങനെ ശീലിച്ച് വന്നു കഴിയുമ്പോ ആന വിചാരിക്കും, ഇനിയിപ്പോ എനിക്ക് രക്ഷപ്പെടാനായിട്ട് യാതൊരു സാധ്യതയില്ല. ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എനിക്ക് അടി കിട്ടും, വേദനിക്കും. അപ്പൊ ആ ഒരു പെയിൻ ഉള്ളത് കൊണ്ട് തന്നെ ആന രക്ഷപ്പെടാനായിട്ട് ഒരിക്കലും ശ്രമിക്കുകയില്ല. അങ്ങനെ കുട്ടിക്കാലം മുതലേ അങ്ങനെ ശീലിച്ച് വന്നതുകൊണ്ടാണ് അതിനൊരു ചെറിയൊരു കയറിൽ കെട്ടിയിട്ടാലും ആന അവിടെ തന്നെ കിടക്കും, അവിടെ നിന്ന് പൊട്ടിച്ചു പോകാനായിട്ട് ശ്രമിക്കില്ല.
അപ്പൊ ഇതാണ് ചൊട്ടയിലെ ശീലം. നമ്മൾ എന്താ പറയുക? ചൊട്ടയിലെ ശീലം ചുടല വരെ. പക്ഷെ അതേപോലെ നമ്മൾ പറയും കൊക്കിലൊതുങ്ങുന്നത് കൊത്താവും. അതൊക്കെ പഴയ പഴഞ്ചൊല്ലുകളാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം മാറ്റാം. ചൊട്ടയിലെ ശീലം നമ്മൾ മാറ്റുന്നത് വരെ. നമ്മൾ എപ്പോ മാറ്റാൻ തയ്യാറാവുമോ അന്നേരം അത് മാറിക്കോളും. കൊക്കിലൊതുങ്ങുന്നത് കൊത്താവും എന്നുള്ളത് എന്ത് ചെയ്യാം? കൊക്കങ്ങ് വലുതാക്കിയാൽ പോലെ നമുക്ക് വലിയ സാധനങ്ങൾ കൊത്തിയെടുക്കാമല്ലോ. അപ്പൊ ഈ രീതിയിൽ നമ്മൾ എന്ത് പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നുവോ അതിനനുസരിച്ച് നമുക്ക് മാറാൻ പറ്റും. ഇത് വെറുതെ പറയുന്നതല്ല, ഇപ്പൊ സയന്റിഫിക് ആയിട്ടും ഇത് പ്രൂവൺ ആണ്. നമുക്കറിയാം പുതിയ പുതിയ ന്യൂറൽ കണക്ഷൻസ്. നമ്മൾ എപ്പോഴാണോ മെന്റലി ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോട് കൂടി ഒരു പുതിയ കാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താൻ ആഗ്രഹിക്കുന്നത്, അപ്പൊ ആ പഴയ ബിലീഫിനെയൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോഴും ആ പഴയ ബിലീഫിന്റെ ചങ്ങലയിൽ കിടക്കുകയാണ്. നമ്മുടെ മനസ്സ് കിടക്കുന്നത് ആ പഴയ ബിലീഫിന്റെ ചങ്ങലയിലാണ്. അപ്പൊ ആ ചങ്ങലയെ നമ്മൾ പൊട്ടിക്കുക. അത് നമ്മൾ ആഗ്രഹിച്ചാൽ മാത്രം മതി. ആഗ്രഹിച്ച് ചെറിയ ചെറിയ ആക്ഷൻസ് തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അത് പൊട്ടിക്കോളും. പൊട്ടി ന്യൂറൽ നെറ്റ്വർക്ക്സ് പാത്വേ ഉണ്ടായിക്കോളും. ക്യാഷ് എന്ന് പറയുന്ന ഒരു വാക്ക് നമുക്ക് പരിചയമുണ്ടോ? CACHE പരിചയമുണ്ടോ? CACHE ക്യാഷ്. ക്യാഷ് മെമ്മറി ആണോ സാറേ? അതെ 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 അതെ. അതെന്താണ്? അതെന്താണെന്നൊന്ന് പറയാമോ? സ്റ്റോർഡ് മെമ്മറിയാണ്. കമ്പ്യൂട്ടറിൽ നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ക്യാഷ് മെമ്മറിയിൽ കിടക്കും. പിന്നെ അത് ക്ലിയർ ചെയ്തില്ലെങ്കിൽ പ്രശ്നമാണ്. അതെ അതെ, കറക്റ്റ് കറക്റ്റ്. വെരി വെരി കറക്റ്റ് ആൻസർ ആണ്. വളരെ നല്ല ഉത്തരം. നമ്മൾ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കമ്പ്യൂട്ടർ മെമ്മറിയിൽ കിടക്കും. അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞില്ലെങ്കിൽ പ്രശ്നമാണ്. നമ്മുടെ സ്റ്റോറേജ് ഒക്കെ നഷ്ടപ്പെടും. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മുടെ മെമ്മറിയിൽ എന്ത് കിടപ്പുണ്ട് നമ്മുടെ ബ്രെയിനില്. നമ്മള് ചെറിയ പ്രായം മുതലേ നമ്മൾ ചെയ്ത കാര്യങ്ങളുടെ അനുഭവങ്ങളൊക്കെ കിടപ്പുണ്ട്. മോശം അനുഭവങ്ങളൊക്കെ ഒരുപാട് കിടപ്പുണ്ട്. അപ്പൊ അതൊക്കെ അങ്ങ് മാറ്റിക്കളയുക. അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അതിനെ മാറ്റിക്കളഞ്ഞിട്ട് നമ്മൾ പുതിയ തോട്ട്സ് കൊടുക്കുക. നമ്മൾ ആഗ്രഹിക്കുക ഒരു മാറ്റം വരാനായിട്ട്, ഒരു പോസിറ്റിവിറ്റി ഉണ്ടാകും. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ തന്നെ ഉണ്ടാവും, അവിടെ നല്ല ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാവും. നമുക്ക് നമ്മുടെ ബ്രെയിനിനെ തന്നെ പറ്റിക്കുക. ഇപ്പൊ നമ്മൾ സങ്കടപ്പെട്ട് ഇരിക്കുകയാണ്. അപ്പോ പലപ്പോഴും ഞാനിങ്ങനെ പല ട്രെയിനിങ്ങിലും ഇപ്പൊ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. നമ്മൾ എന്ത് ചെയ്യുക? ആർട്ടിഫിഷ്യൽ ആയിട്ടൊന്ന് ചിരിക്കുന്നത് പോലെ ഒന്നിങ്ങനെ ചുണ്ടാനെങ്കിൽ കാണിച്ചാൽ തന്നെ അവിടെ ഒരു പോസിറ്റിവിറ്റി വരുമെന്ന് ഞാനിങ്ങനെ പറഞ്ഞു. നമുക്കൊന്ന് ചിരിച്ചാലോ? എല്ലാവർക്കും ഒന്ന് ചിരിച്ചാലോ? എല്ലാവരും ഒന്ന് ചിരിച്ചേ, ഒന്ന് ചിരിച്ചേ. നമ്മളൊന്ന് ഇങ്ങനെ ഒന്ന് നമ്മുടെ ഈ ഇവിടുത്തെ മസിൽസ്, ഈ ചുണ്ടിന്റെ ഇവിടുത്തെ ആ മുണയുടെ ഒക്കെ ഭാഗത്തെ മസിൽസ് ഒക്കെ ഒന്നിങ്ങനെ ഒന്ന് അയച്ച് ഒന്ന് ചിരിക്കുമ്പോൾ തന്നെ ബ്രെയിനിലെ ഹാപ്പിനെസ് വരും. അപ്പൊ ഇതുപോലെ നമ്മൾ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ക്ലിയർ ദ മെന്റൽ ക്യാഷ്. മനസ്സിൽ കിടക്കുന്ന ഈ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക. അപ്പൊ ഇതാണ് നമുക്ക് ഒന്നാമത്തെ കാര്യം ചെയ്യാനുള്ളത്. ഓക്കെ, എഗ്രീഡ്. ഇനി രണ്ടാമത്തെ കാര്യം, അപ്ഡേറ്റിന്റെ രണ്ടാമത്തെ അക്ഷരം ഏതാണ്? അപ്ഡേറ്റ് എന്ന വാക്കിലെ രണ്ടാമത്തെ അക്ഷരം ഞാൻ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫിസിക്കൽ അപ്ഡേറ്റ് ആണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഫിസിക്കൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാല് ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം എഴുതാൻ പറ്റും. നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നു എന്ന് പറയുന്ന നമ്മുടെ ഒരു അസ്തിത്വം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരമാണ്, അല്ലെ? ഇപ്പൊ ഈ ശരീരമാകുന്ന ഈ ഒരു ഹാർഡ്വെയർ അത് തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യപ്പെടണം. ഈ ജപ്പാനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 86,000-ത്തിലധികം ആളുകൾക്ക് 100 വയസ്സിന് മുകളിലുണ്ട്. അവരാരും രോഗികളൊന്നും അല്ല, അവരിപ്പോഴും ആരോഗ്യത്തോടെ ഇരിക്കുന്നുണ്ട്. അവർ സ്വന്തം കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഒരു 1990 മോഡലിലുള്ള ഒരു കമ്പ്യൂട്ടറിൽ ഒരു ഹൈ പെർഫോമൻസ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഇന്ന് റൺ ചെയ്യാൻ പറ്റും. ഒരു 1990 മോഡലിലുള്ള ഒരു കമ്പ്യൂട്ടർ, ആ കമ്പ്യൂട്ടറിൽ നമുക്ക് ഇന്നത്തെ ഒരു മോഡേൺ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുമോ? റൺ ചെയ്യാനായിട്ട് സാധിക്കും? ഇല്ല. അതുപോലെ തന്നെയാണ് നമുക്ക് നല്ലൊരു പെർഫോമൻസ് ചെയ്യണം, നമുക്കൊരു ദീർഘായുസ് ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ചില കാര്യങ്ങളൊക്കെയാണ്. അതിന് നമുക്കൊരു 3 കാര്യങ്ങളായിട്ട് വേണമെങ്കിൽ പറയുന്നു. ഒന്നാമത്തത് നമ്മുടെ ഫ്യൂവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഫുഡ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് വളരെ ന്യൂട്രീഷ്യസ് ആയിരിക്കണം. ജങ്ക് ഫുഡ് കഴിയുന്നത് ഒഴിവാക്കുക. നമ്മൾ കൂടുതലും ഈ കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ അത് കാർബോഹൈഡ്രേറ്റ് വേണം. അതിനോടൊപ്പം തന്നെ എന്ത് വേണം? നമ്മൾ പ്രോട്ടീൻ കഴിക്കണം, വിറ്റാമിൻസ് കഴിക്കണം, ഫ്രൂട്ട്സ് കഴിക്കണം. അപ്പൊ ഇത്തരത്തില് നമ്മുടെ ഒരു ഫുഡ് ഹാബിറ്റിൽ ഒരു ചേഞ്ച് വരുത്തുക. ഇവിടെ ഇരിക്കുന്ന ആൾക്കാർ അങ്ങനെ ശ്രദ്ധിക്കാറുണ്ടോ? നമ്മുടെ ഒരു ഫുഡ് പ്ലേറ്റ് ഒരു ബാലൻസ്ഡ് ആയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കാറുണ്ടോ? എനിക്കറിയാം ഇവിടെ ഇരിക്കുന്ന പലരും വളരെയധികം ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാരാണ്, റെഗുലർ ആയിട്ട് എക്സർസൈസ് ചെയ്യുന്നവരാണ്.
അത്തരത്തിൽ നമ്മുടെ ഫുഡിന്റെ ഒരു കൺട്രോൾ ചെയ്യുന്നവരാണ്. ആരും ഒന്നും പറയുന്നില്ല. കുറച്ചൊക്കെ നോക്കുന്നുണ്ട് സാർ. കഴിക്കാറുണ്ട്, ഫുഡ് കഴിക്കാറുണ്ട്. രാവിലെ പുട്ടും കടലാണ് കൂടുതൽ ആൾക്കാർ കഴിക്കാറുള്ളത് ഇതില്. പുട്ടും കടലയും വളരെ നല്ലതാണ്. കാരണം നമ്മൾ കാർബോഹൈഡ്രേറ്റ് പ്രോട്ടീനും എല്ലാം അതിൽ കൂടെ കിട്ടുന്നുണ്ട്. അപ്പൊ അത്തരത്തിലൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ കഴിക്കാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ രണ്ടാമത്തെ കാര്യം മൂവ്മെന്റ്. മൂവ്മെന്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്കൊരു എക്സർസൈസിന്റെ ആവശ്യമുണ്ട്. ഏതൊരു മെഷീൻ ആണെങ്കിലും വാഹനമാണെങ്കിലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് അത് സർവീസ് ചെയ്യണം, അതിനൊരു മെയിൻ്റെനൻസ് ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ബോഡി മൂവ്മെന്റ്, നമ്മൾ വെറുതെ ഇപ്പോൾ ഉദാഹരണത്തിന് 1 മണിക്കൂർ നമുക്ക് ഇരിക്കേണ്ട ഒരു കാര്യമാണ്. എങ്കിലും അതിനിടയിൽ എന്ത് ചെയ്യുക, ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ബോഡി മൂവ് ചെയ്യുക, എക്സർസൈസ് റെഗുലർ ആയിട്ട് ചെയ്യാം. എനിക്കറിയാം നമ്മുടെ ഈ ഗ്രൂപ്പിൽ നല്ലവണ്ണം എക്സർസൈസ് ചെയ്യുകയും കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് ഇതിനകത്തുള്ളത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ഉറക്കം. പലപ്പോഴും ശരിയായ രീതിയിലുള്ള ഉറക്കം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. ശരിക്കും നല്ല നമ്മുടെ ബോഡിക്ക് റെസ്റ്റ് ആവശ്യമാണ്. അപ്പോൾ ഒരു കുറഞ്ഞത് ഒരു 6 മണിക്കൂറെങ്കിലും നല്ലൊരു സൗണ്ട് സ്ലീപ്പ്, അതിന്റെ കാര്യം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഈ രണ്ടാമത്തെ കാര്യം ഫിസിക്കൽ അപ്ഡേറ്റ് ആണ് പറഞ്ഞത്. അതിൽ 3 കാര്യമാണ്: നമ്മുടെ ഫുഡിന്റെ കാര്യം, പിന്നെ നമ്മുടെ എക്സസൈസ് ചെയ്യുന്ന കാര്യം, നമ്മുടെ സ്ലീപ്പ്. ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യകരമായിട്ട് നമ്മുടെ ജീവിതം ഒരു ദീർഘായുസോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി അപ്ഡേറ്റിലെ 3ാമത്തെ ലെറ്റർ ഏതാണ്? ഡി. ഡി. ഡി എന്ന് പറയുന്നത് ഡയറക്ഷൻ എന്ന ഒരു വാക്കാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. ഡയറക്ഷൻ, ജീവിത ലക്ഷ്യം, പർപ്പസ്. ഇനി ഞാനൊരു മെഷീൻ ഉണ്ടാക്കുകയാണ്, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ, ഒരു പുതിയൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്ത് ഒരു പുതിയൊരു മൊബൈൽ ഫോൺ പുറത്തിറക്കുകയാണ്. പക്ഷെ അതിനകത്ത് ഒരു പ്രോഗ്രാമും ഇല്ല, സോഫ്റ്റ്വെയർ ഒന്നുമില്ല. വെറുതെ ഒരു സാധനം ഇങ്ങനെ പുറത്തിറക്കി കഴിഞ്ഞാൽ ആരെങ്കിലും മേടിക്കുമോ? ഒന്നുമില്ല, അതിനകത്ത് വേറെ സോഫ്റ്റ്വെയർ ഒന്നുമില്ല, വെറുതെ ഒരു പുറമേ മാത്രമുള്ള, എങ്കിലും അതൊരു സ്ക്രാപ്പായിട്ട് മാറും, ഒരു സ്ക്രാപ്പായിട്ടായിട്ട് മാറും. അതുപോലെ തന്നെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിനും ഒരു കോർ പർപ്പസ് ഉണ്ടായി. വൈ, ഞാൻ എന്തിനാണ് ഈ കാര്യം ചെയ്യുന്നത്, എന്റെ ലൈഫിന്റെ പർപ്പസ് എന്താണ്? നമ്മുടെ ഫൈൻഡ് യുവർ പർപ്പസ്, നമ്മുടെ പർപ്പസ് എന്തായാലും കണ്ടെത്തുക. എ ഫോക്കസ്ഡ് പേഴ്സൺ ഈസ് എ പവർഫുൾ സിസ്റ്റം. അപ്പോൾ ഫോക്കസ് നമ്മുടെ ലൈഫിലേക്ക് ഉണ്ടായിരിക്കുക, എങ്കിൽ മാത്രമേ നമ്മളൊരു പവർഫുൾ ആയിരിക്കും. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നമ്മുടെ ഗാന്ധിജി, രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയുടെ ജന്മദിനം എന്ന് പറയുന്നത് എന്താണ്? ഒക്ടോബർ 2, ഗാന്ധി ജയന്തി. ഒക്ടോബർ 2. ബിന്ദു മാം പറഞ്ഞു ഒക്ടോബർ 2. ഏത് വർഷമാണ്? വർഷം പറയാമോ? 1869. വെരി ഗുഡ്, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ്. പക്ഷെ ഞാൻ പറഞ്ഞു, ആ ഗാന്ധിജി ജനിച്ചത് അന്നല്ല. ജൂൺ 7, 1893 ദക്ഷിണാഫ്രിക്കയിലെ പീറ്റർ മാരിറ്റ്സ്ബർഗ് എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ ഗാന്ധിജി ഒരു വെള്ളക്കാരനായ സഹയാത്രികനോടൊപ്പം ഫസ്റ്റ് ക്ലാസ് കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യുമ്പോൾ തന്റെ സഹയാത്രികൻ പറഞ്ഞു, എനിക്ക് ഈ കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള, ഈ കറുത്ത തൊലിയുള്ള ഈ മനുഷ്യനോടൊപ്പം സഞ്ചരിക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ TTR ഗാന്ധിജിയെ പിടിച്ച് പുറത്താക്കുന്നുണ്ട്. ആ നിമിഷമാണ് യഥാർത്ഥത്തിൽ ഗാന്ധിജി പിറന്നത്. ആ സമയമാണ് ഗാന്ധിജിക്ക് ലൈഫിൽ ഒരു പർപ്പസ് ഉണ്ടാകുന്നത്. അപ്പോഴാണ് യഥാർത്ഥത്തിൽ ഗാന്ധിജി, അതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ലൈഫിൽ അപ്പോഴാണ് ഗാന്ധിജി ശരിക്കും ഈ വർണ്ണ വിവേചനത്തിനെതിരായിട്ടും ബ്രിട്ടീഷുകാർക്കെതിരായിട്ടും ഒക്കെ അന്ന് സമരം ചെയ്യാനായിട്ട് തുടങ്ങിയത്. അതാണ് പിന്നീട് ഇന്ത്യയിൽ എത്തിയിട്ട് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ മുന്നണി പോരാളിയാവാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. അപ്പൊ ഇതുപോലെ നമ്മുടെയൊക്കെ ലൈഫിനും ഒരു പർപ്പസ് ഉണ്ടായിരിക്കുക. നമ്മുടെ ജന്മദിനമുണ്ട്, ഓക്കെ, അതല്ല, നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം തീരുമാനിക്കുന്ന ആ നിമിഷമാണ്, ആ ദിവസമാണ് ശരിക്കും നമ്മുടെ യഥാർത്ഥത്തിൽ ജനിക്കുന്നത്. അത്തരത്തിലൊരു ജനനം കൂടെ നമുക്ക് ആവശ്യമാണ്. വേണോ? ആവശ്യമുണ്ടോ? എന്ത് പറയുന്നു? ഓക്കെ. അപ്പൊ അത്തരത്തിൽ നമ്മൾ പർപ്പസ്ഫുൾ ആയിട്ട് ജീവിക്കുക ലൈഫിൽ. അല്ലാണ്ട് വെറുതെ ഓരോ ദിവസം അങ്ങ് കടന്നു പോട്ടെ, എങ്ങനെയെങ്കിലും അങ്ങ് പോട്ടെ എന്നുള്ള രീതിയല്ല. എന്റെ ലൈഫിന് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് നമ്മൾ ഇനിയും കണ്ടെത്തിയിട്ടില്ല എങ്കിൽ കണ്ടെത്തുവാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. ഇനി അപ്ഡേറ്റിലെ 4ാമത്തെ അക്ഷരം ഏതാണ്? എ. എ എന്ന് പറയുന്നത് അഡാപ്റ്റ്. നമ്മൾ എന്തിനെയാണ് അഡാപ്റ്റ് ചെയ്യേണ്ടത് ലൈഫിൽ? നമ്മുടെ ജീവിത സാഹചര്യങ്ങളൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട്. നമ്മൾ ജനിച്ച ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യങ്ങളോ സാഹചര്യങ്ങളോ ഒന്നും അല്ല ഇപ്പോൾ. അപ്പൊ നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിലുള്ള സ്കിൽസുമായിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്യണം. പുതിയ കാലഘട്ടത്തെ അംഗീകരിക്കുക, പുതിയ കാലഘട്ടത്തിലെ സ്കിൽസ് നമ്മൾ പഠിക്കുക. ഒറ്റ വാക്കി പറഞ്ഞാല് അപ്സ്കിൽ ചെയ്യുക.
നമ്മൾ നമ്മുടെ മൊബൈലിൽ പുതിയ ആപ്സ് ഡൗൺലോഡ് ചെയ്യാറില്ലേ, അത് ഇൻസ്റ്റാൾ ചെയ്യാറില്ലേ? അതുപോലെ എന്ത് ചെയ്യുക, നമ്മുടെ സ്കിൽസ് നമ്മൾ എന്ത് ചെയ്യുക, കൂട്ടിക്കൊണ്ടേയിരിക്കുക. പ്രത്യേകിച്ചും നമ്മൾ ഇന്നിപ്പോ അപ്പൊ അത്തരത്തിലുള്ള പുതിയ ടെക്നോളജീസ്, പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ അതിനോട് മുഖം തിരിച്ച് നിൽക്കാതെ അതിനെന്ത് ചെയ്യുക, നമ്മുടെ ലൈഫിലേക്ക് സ്വീകരിക്കുക, പുതിയ ടെക്നോളജി സ്വീകരിക്കുക. ഇപ്പൊ നമുക്കറിയാം, കമ്പ്യൂട്ടറൈസേഷൻ വന്ന സമയത്ത് കേരളത്തിൽ അതിനെതിരെ സമരം ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടുകാർ. പക്ഷെ എന്ത് സംഭവിച്ചു? കമ്പ്യൂട്ടറൈസേഷൻ വന്നില്ലേ? ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ അതിലൂടെ തൊഴിലവസരങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് ഉണ്ടായത്. അപ്പൊ എനിക്കറിയാം, തിരുവനന്തപുരത്ത് തന്നെ ടെക്നോ പാർക്ക് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനം, ഏഷ്യയിലെ തന്നെ വലിയൊരു IT പാർക്ക് ഇവിടെ ഉണ്ടായി. ഒരുപാട് പേർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടായി, 10,000-കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിലവസരം ഉണ്ടായി. അപ്പൊ അതുപോലെ നമ്മൾ ഈ പുതിയ മാറ്റങ്ങളൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ആ മാറ്റങ്ങളോട് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക, അതിനോട് ചേർന്ന് നമ്മളും മുന്നോട്ട് സഞ്ചരിക്കുക. ഒരിക്കലും നമ്മൾ പിന്നോട്ട് പോകേണ്ട കാര്യമില്ല. പുതിയ ടെക്നോളജീസിനെ നമ്മൾ അഡാപ്റ്റ് ചെയ്യും. ഓക്കെ, ഇനി അപ്ഡേറ്റിലെ 5ാമത്തെ ലെറ്റർ എന്താണ്? ടി എന്ന് പറയുന്നത് ഞാൻ ട്രൈബ് എന്ന് പറയുന്ന ഒരു വാക്കുമായിട്ടാണ് കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ട്രൈബ്, TRIB, ട്രൈബ്. നമുക്കറിയാം, ട്രൈബ്സ് എന്ന് പറയുന്ന ഒരു ഗോത്രവർഗ്ഗക്കാർ, അവരൊക്കെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. അറിയാമല്ലോ, അവർ ഒരുമിച്ച് താമസിക്കുകയും അവരുടെ ജീവിതം, ഭക്ഷണം കണ്ടെത്താനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ നെറ്റ്വർക്കുമായിട്ടാണ് അത് കണക്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. നെറ്റ്വർക്ക്, നമുക്കറിയാം, നമ്മുടെ ഡിവൈസസ്, ഇപ്പൊ നമ്മുടെ മൊബൈൽ ഫോണിലുള്ള വാട്സാപ്പ് നമ്മുടെ ലാപ്ടോപ്പുമായിട്ട് കണക്ട് ചെയ്യാറില്ലേ? നമ്മുടെ മെയിൽ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ മൊബൈലിൽ നമ്മൾ അതേ മെയിൽ നോക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിൽ നോക്കാറുണ്ട്. ഇനി നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്താണ്, വേറൊരു സിസ്റ്റത്തിലാണെങ്കിൽ അവിടെയും നമ്മൾ അത് ഓപ്പൺ ചെയ്ത് നോക്കാറുണ്ട്. ചെയ്യാറുണ്ടോ? യെസ്. കാരണം നമ്മുടെ അതേ ഐഡിയിലുള്ള സാധനം നമ്മൾ പല സ്ഥലത്തും നോക്കാറുണ്ട്. അതായത് സിങ്ക് യുവർ ഡിവൈസസ്, നമ്മൾ സിങ്ക് ചെയ്യാറ്. നമ്മുടെ വാട്സപ്പ്, ജിമെയില്, നമ്മുടെ മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, എല്ലാ ഡിവൈസുകളും നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാറ്? സിങ്ക് ചെയ്യാറ്. അപ്പൊ ഇതുപോലെ നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ടാക്കുക. യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർക്ക്. നമുക്ക് എന്തുമാത്രം നല്ല ബന്ധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടോ, നമ്മുടെ സമൂഹത്തിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ ഒരു നല്ല ബന്ധം ഉണ്ടാവുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ലോക ജീവിതത്തിൽ ഏറ്റവും നമുക്ക് സന്തോഷം തരുന്ന കാര്യം. എന്തുമാത്രം നല്ല ബന്ധങ്ങൾ നമുക്കുണ്ട് എന്നുള്ളതിലാണ് നമുക്ക് ഏറ്റവും വലിയ സന്തോഷം. അത് കണ്ടെത്താനായിട്ട് നമ്മൾ സാധിക്കുക. നോ മാൻ ഈസ് ആൻ ഐലൻഡ്. ഒരു വ്യക്തി ഒറ്റപ്പെട്ട ഒരു ദ്വീപ സമൂഹമൊന്നുമല്ല. നമ്മൾ ഒരുമിച്ച് കൂട്ടായ്മയോടുകൂടി ജീവിച്ച് മുന്നോട്ട് പോകേണ്ടവരാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളെ സറൗണ്ട് യുവർ സെൽഫ് വിത്ത് ഹൈ ബാൻഡ്വിഡ്ത്ത് പീപ്പിൾ ഹു ചലഞ്ച് യുവർ സ്പീഡ്. നമ്മളെക്കാട്ടിലും കഴിവുള്ള, ഇപ്പൊ എനിക്ക് നല്ലൊരു ബിസിനസ് മാൻ ആകണമെങ്കിൽ എന്ത് ചെയ്യുക? വളരെ മികച്ച രീതിയിൽ ബിസിനസ് ചെയ്ത് പ്രൂവ് ചെയ്ത ഒരു 5 പേര് എന്റെ ഫ്രണ്ട്സ് ആയിട്ട് ഉണ്ടായാൽ മതി. ആ ഒരു ഫ്രണ്ട് സർക്കിളിൽ ഞാൻ ആയിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്റെ ചിന്ത മാറും, എന്റെ പ്രവർത്തനം മാറും. ഞാനും ഒരു മികച്ച ബിസിനസ് മാൻ ആകാനായിട്ട് ശ്രമിക്കും. ഇങ്ങനെ ഒരു അനുഭവം നിങ്ങൾക്ക് തോന്നിയിട്ടില്ലേ? ഇപ്പൊ സ്കൂളിൽ തന്നെ എടുക്കുക, നല്ല പഠിക്കുന്ന കൂട്ടുകാരാണ് ഉള്ളതെങ്കിൽ ആ പഠിക്കുന്ന കൂട്ടുകാരോട് കൂട്ടുകൂടിയിരിക്കുന്ന അല്പം പഠിക്കാനായിട്ട് പിന്നോക്കം നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചിന്തിക്കും? ആ ഒരു കൂട്ടുകെട്ടിലൂടെ അയാൾ നല്ലോണം പഠിക്കാനായിട്ടൊന്ന് പരിശ്രമിക്കും. ശരിയല്ലേ? അപ്പൊ നല്ല നെറ്റ്വർക്ക് ഉണ്ടാക്കുക. നമുക്ക് ചുറ്റും നമ്മളെ നെഗറ്റീവായിട്ട് വലിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, നമ്മളെ മാനസികമായിട്ട് തകർക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ നെറ്റ്വർക്കിൽ നിന്ന് മാറിയിട്ട് നല്ല പോസിറ്റീവായിട്ടുള്ള നെറ്റ്വർക്കിൽ നമ്മൾ അംഗങ്ങളാവും. ഇപ്പൊ കോഫി ടോക്ക് വളരെ പോസിറ്റിവിറ്റി ഉള്ള ആൾക്കാരാണ് ഉണ്ടായിരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള നമ്മളെ പോസിറ്റീവായിട്ട് വളർത്തുന്ന നെറ്റ്വർക്കിൽ നമ്മൾ അംഗമാവുക, അതിനോടുകൂടി ചേർന്ന് പ്രവർത്തിക്കുക. ഇനി അടുത്ത 6ാമത്തെ അക്ഷരം ഏതാണ്? അപ്ഡേറ്റിന്റെ 6ാമത്തെ അക്ഷരം അല്ല, അപ്ഡേഷൻ ആണെങ്കിൽ അപ്ഡേറ്റ് ആണെങ്കിൽ ഞാനിപ്പോ ടി പറഞ്ഞു, അപ്ഡേറ്റിന്റെ ടി വരെ പറഞ്ഞു. ഇനി അടുത്ത ഒരു ലെറ്റർ കൂടെ ഉള്ളൂ മിച്ചം. ഏതാണ്? ഈ ഞാൻ നിങ്ങൾക്ക് തന്നെ വിട്ടുതരാം. അതെ, ഈ ആണ്. ഈ എന്താണെന്ന് നിങ്ങൾക്ക് തന്നെ ഒന്ന് പ്രവചിക്കാം. നമുക്ക് അതിന് നല്ലൊരു വാക്ക് കൊടുക്കാം. നിങ്ങൾക്ക് എഫിഷ്യൻസി. ബേബി സാറ് എഫിഷ്യൻസി എന്ന് പറയുന്ന ഇമോഷണൽ ഇന്റലിജൻസ് സർ.
ഇമോഷണൽ ഇന്റലിജൻസ്. വിൻസെന്റ് സാർ ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഒരു വാക്ക് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിന് ആവശ്യമുള്ള ഒരു കാര്യമാണ്. വളരെ നല്ലൊരു പോയിന്റ് ആണ് പറഞ്ഞത്. എംപവർമെന്റ് വരുന്നുണ്ട്. എലിജിബിലിറ്റി എലിജിബിലിറ്റി എന്ന് പറയുന്ന ഒരു വാക്ക് പറയുന്നുണ്ട്. എക്സൽ. ഓക്കെ, കൊള്ളാം, വെരി ഗുഡ്. അപ്പൊ എല്ലാവരും പല പല വാക്കുകൾ പറയുന്നുണ്ട്. എന്താ മാഡം? എഫോർട്ട് തീർച്ചയായിട്ടും ജീവിതത്തിൽ വിജയിക്കാൻ നമുക്ക് എഫോർട്ട് ആവശ്യമാണ്. അപ്പൊ ഞാൻ എമ്പതി, എഫിഷ്യന്റ്, കൊള്ളാം, ഓക്കെ. എംപവർമെന്റ് ഓക്കെ. എക്സലന്റ്. എഡ്യൂക്കേഷൻ, ഒരുപാട് വാക്കുകൾ വരുന്നുണ്ട്, കൊള്ളാം. അപ്പൊ ഞാൻ എന്തായാലും ഞാൻ ഒരു വാക്ക് അങ്ങോട്ട് പറഞ്ഞു. നമ്മളിപ്പോ ഇത്രയും കാര്യങ്ങൾ കേട്ടു. ഈ സാധനങ്ങളില് നമ്മൾ എക്സിക്യൂട്ട് ചെയ്താലല്ലേ നമുക്കത് പ്രയോജനം ഉണ്ടാവുള്ളൂ ലൈഫില്. അപ്പൊ വാക്ക് ഇതാണ്, എക്സിക്യൂട്ട്. എക്സിക്യൂട്ട്, അതായത് ആക്ഷൻ. നമ്മൾ ഈ ജീവിതത്തിൽ പല കാര്യങ്ങളും കേൾക്കാറുണ്ട്, പറയാറുണ്ട്, നമുക്കറിയാം. പക്ഷേ നമ്മൾ ഏത് കാര്യം വിജയിക്കണമെങ്കിൽ എന്താണ് വേണ്ടത്? നമ്മൾ പണിയെടുക്കണം, അവിടെ ഒരു ആക്ഷൻ വേണം, വേണ്ടേ? നമുക്കിപ്പോ ഒരുപാട് അറിവുണ്ടായത് കൊണ്ട് കാര്യമില്ലല്ലോ. നമ്മള് ഈ അറിവിൽ പ്രാക്ടിക്കലായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് വിജയിപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മളൊരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത്, ഒരു പുതിയൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മെല്ലെ അതിനെ എന്ത് ചെയ്യാം? ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പൊ ഒരു ഇൻസ്റ്റലേഷൻ ആണ് നമ്മുടെ ലൈഫിൽ വേണ്ടത്. അപ്പൊ നോളജ് എന്ന് പറയുന്ന ഒരു ഡൗൺലോഡ്, സക്സസ് ഈസ് ദ എക്സിക്യൂഷൻ. നമ്മൾ ഡൗൺലോഡ് ചെയ്ത് നമ്മുടെ അറിവുകൾ കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ എന്ത് ചെയ്യുക? എക്സിക്യൂട്ട് ചെയ്യുക. അപ്പൊ മാത്രമേ നമ്മുടെ ലൈഫിൽ സക്സസ് ഉണ്ടാവൂ. അപ്പൊ നമ്മൾ ഈ ഓവർ തിങ്കിങ് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. സ്റ്റാർട്ട് റണ്ണിങ് ദ പ്രോഗ്രാം നമുക്ക് റൺ ചെയ്യാം. അപ്പൊ ഒരു ചോദ്യം ഉണ്ടാവും, ഈ അപ്ഡേറ്റ് എങ്ങനെയാ ചെയ്യേണ്ടത്? എല്ലാം കൂടി ഇന്നങ്ങ് വലിയൊരു മാറ്റം ജീവിതത്തിൽ വരുത്തി കളയാം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ ഈ അപ്ഡേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ജെയിംസ് ക്ലിയർ എഴുതിയ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന പുസ്തകത്തിൽ പറയുന്ന ഒരു പോയിന്റ് ആണ് ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യാൻ ജസ്റ്റ് 1% ഓഫ് അവർ ഡെയിലി ലൈഫ് അപ്ഡേറ്റ് ചെയ്താൽ തന്നെ it leads to a massive transformation at the end of the year. 37x നമ്മൾ മെച്ചപ്പെടുമെന്നാണ് ജെയിംസ് ക്ലിയർ അറ്റോമിക് ഹാബിറ്റ്സ് എന്ന് പറയുന്ന ബുക്കിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ ദിവസവും 1% മാറ്റം വരുത്തിയാൽ മതി. നമ്മളെ പുസ്തകം വായിക്കാനായിട്ട് നമുക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ പുസ്തകം വായിക്കുന്നില്ല. ഇന്ന് മുതൽ നമ്മൾ ഒരു പേജ് വായിച്ചു തുടങ്ങിയാൽ മതി. നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ അരികിലായിട്ട് പുസ്തകം വയ്ക്കുക. അപ്പൊ എല്ലാ ദിവസവും നമ്മൾ കിടക്കുന്നതിന് മുമ്പ് ചെയ്യാം, ഒരു പേജ് വായിക്കുക. സാവധാനം നമ്മൾ ഇൻട്രസ്റ്റ് വരും. വന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു പേജ് എന്ന് പറയുന്ന 2 പേജോ 5 പേജോ ഒക്കെ ആയിട്ട് നമുക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. എക്സർസൈസ് ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ നമ്മൾ ചെയ്യുന്നില്ല. അല്ലെങ്കിൽ തന്നെ നമ്മൾ ഒരു പക്ഷേ ഈ വർഷം തുടക്കത്തിൽ നമ്മൾ തീരുമാനിച്ച് എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. പക്ഷെ 1-2 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ ജിമ്മിൽ കൊണ്ടുപോയി കാശ് അടക്കുക, ജിമ്മുകാരനത് കിട്ടി, നമ്മൾ ആ പണി നിർത്തി. അപ്പൊ ആ അവസ്ഥ മാറിയിട്ട് ചെറിയ ചെറിയ സ്റ്റെപ്സ്, ഇന്നൊരു 5 മിനിറ്റ് എക്സർസൈസ് സ്റ്റാർട്ട് ചെയ്യുക, അങ്ങനെ സാവധാനം കൂട്ടിക്കൊണ്ടുവരിക. ഒരു 1% അപ്ഡേറ്റ് നമുക്ക് ഇന്ന് മുതൽ ചെയ്തു തുടങ്ങാം. തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിൽ ഒരു 1 ഇയർ കഴിയുമ്പോൾ അത് വളരെ വലിയൊരു മാറ്റം. നമ്മൾ ചെറിയ ചെറിയ നിക്ഷേപങ്ങൾ നമ്മൾ ബാങ്കിലോ പോസ്റ്റ് ഓഫീസിലോ ഒക്കെ നിക്ഷേപിച്ച് കഴിയുമ്പോൾ നമുക്കറിയാം ഒരു വലിയ നിക്ഷേപമായിട്ട് അത് വർഷങ്ങൾക്ക് ശേഷം അത് മാറും. അപ്പൊ അതുപോലെ നമുക്ക് ഇന്ന് മുതൽ എന്ത് ചെയ്യാം? ആക്ഷൻ ചെയ്തു. സോ ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ് ഈസ് എ ടൈം ടു ഇവോൾവ്. നിങ്ങൾ നിങ്ങളെ തന്നെ അപ്ഡേറ്റ് ചെയ്യൂ. ഇവിടെ ശില്പവും ശില്പിയും ശിലയും എല്ലാം നിങ്ങൾ തന്നെ. നമ്മൾ എങ്ങനെ പ്രവർത്തിക്കുന്നു അതിനനുസരിച്ചിരിക്കും നമ്മളാകുന്ന ആ ഒരു ശില്പം ലോകത്തിന്റെ മുമ്പിൽ, അല്ലെങ്കിൽ നമ്മുടെ തന്നെ മുന്നിൽ നമുക്കൊരു ആത്മാഭിമാനം ഉണ്ടാകുന്ന തരത്തിൽ രൂപപ്പെട്ട് വരുന്നത്. സോ എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നല്ലൊരു നന്ദി അറിയിക്കുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു പ്രദീപ് സാർ. കുറച്ച് സമയത്തിനുള്ളിൽ ഒരുപാട് ചേഞ്ചുകൾ, ഒരുപാട് മാറ്റങ്ങൾ എങ്ങനെ ചേഞ്ച് ആവണം. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവസാനത്തെ ഒരു കോട്ട് ഉണ്ട്, ശില്പവും ശില്പിയും ശിലയും നിങ്ങൾ തന്നെയാണെന്ന്. അതൊക്കെ ഇപ്പോഴാ മനസ്സിലായത് കേട്ടാ. നമ്മൾ വിചാരിക്കും നമ്മളെ ശില്പി ആരോ ആണ്, നമ്മളെ ശീല ആരോ ആണ്, അതേപോലെ തന്നെ നമ്മള് എന്തിനോ വേണ്ടിയിട്ടാണെന്നുണ്ട്. അപ്പൊ ശില്പവും ശില്പിയും അതേപോലെ തന്നെ ശിലയും
നമ്മൾ തന്നെയാണ്. നമ്മളാണ് നമ്മളെ ലൈഫിലേക്ക് ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടും മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടും പ്രയത്നിക്കേണ്ടതും എല്ലാം നമ്മളാണ്. നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ മുന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നടക്കാത്തത് ലോകത്ത് ഒന്നുമില്ല എന്ന് തെളിയിച്ചതാണ് നമ്മളെ ലൈഫും. അതേപോലെ തന്നെ ഈ 975 നൗ ഫീഡ്ബാക്ക്, ഓപ്പൺ ഫ്ലോർ ആൻഡ് ഫീഡ്ബാക്ക്. ജോയ് സാറാ സംശയമുണ്ട് ആദ്യം. നടക്കുക മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം, പക്ഷെ പ്രദീപ് സാറേ ഒരു സംശയം ചോദിച്ചോട്ടെ? പ്രദീപ് സാറേ, ഞാൻ സാർ ആ യു പറഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ എന്റെ ഓഡിയോ എന്തോ ഒരു പ്രശ്നമായിട്ട് എനിക്ക് കൃത്യമായിട്ട് പിടികിട്ടിയില്ല സാറേ. യു എന്ന് പറഞ്ഞാല് അൺലേണെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് നമ്മുടെ ബാല്യകാലം മുതലേ കുറെ അധികം നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളും ധാരണകളും ഒക്കെ നമ്മുടെ ബ്രെയിനിൽ കിടപ്പുണ്ട്. അതിന് നമ്മൾ മാറ്റുക, അൺലേൺ ചെയ്യും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. താങ്ക് യു സാർ. ഓക്കെ, ജോയ് സാർ. പ്രദീപ് സാറേ കേൾക്കാലോ അല്ലേ? സാറേ, നമ്മൾ ഒരാളെ വാല്യൂ ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് മിക്കവാറും അദ്ദേഹം നമ്മളെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ആശംസിക്കുകയോ അല്ലെങ്കിൽ അഭിനന്ദിക്കുകയോ ചെയ്യുമ്പോഴാണ്. ഞാന് പ്രദീപ് സാറിനെ കാണുന്നത് ആദ്യമായിട്ട് പോസിറ്റീവ് കമ്മ്യൂണിന്റെ സ്റ്റേജ് വാർ 4 ബന്ധപ്പെട്ടാണ്. ഇപ്പൊ സാറിന്റെ സോൺ ലെവൽ മത്സരം കഴിഞ്ഞപ്പോൾ സാർ അതിൽ വിൻ ചെയ്തു. അത് കഴിഞ്ഞിട്ട് സാർ എന്നെ കണ്ടപ്പോൾ ആദ്യമായിട്ട് പറഞ്ഞത്, സാറ് ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിരുന്ന ആ ഒരു പോസ്റ്റ് എന്നെ വല്ലാതെ കണ്ട് ആകർഷിച്ചു, അത് ഞാൻ വിഷ്വൽ ചെയ്തു, അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും നന്നായിട്ട് പെർഫോം ചെയ്യാൻ കഴിഞ്ഞതെന്നാണ്. ആദ്യ വാക്കുകളാണ് ഒരാൾ പരിചയപ്പെടുമ്പോൾ നിങ്ങളുടെ ആ ഒരു സാധനമാണ് എന്നെ ഗൈഡ് ചെയ്തത് എന്ന് പറയുമ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കുന്ന നമ്മളുടെ ഹൃദയത്തിൽ കൊടുക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലേ, ഒരു പ്ലേസ് ഉണ്ട്. അത് പ്രദീപ് സാറ് എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ ഇനി അങ്ങോട്ടുള്ള ബന്ധത്തിലും ഏറ്റവും കൂടുതൽ എപ്പോഴും ഓർമ്മയിൽ തങ്ങിക്കുന്ന അതായിരിക്കും. അതായത് മറ്റൊരാളെ നമ്മൾ അഭിനന്ദിക്കുക, അയാളുടെ ഒരു ചെറുതാണെങ്കിലും നമ്മൾ ഒരുപക്ഷെ നേരിട്ട് അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷെ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു ഇൻഫ്ലുവൻഷ്യൽ ഫോഴ്സ് ആയിട്ട് മാറി എന്ന് മറ്റുള്ള ഒരാൾ പറഞ്ഞു കേൾക്കുമ്പോൾ അത് വല്ലാതെ ഒരു ഓർമ്മയായിട്ട് നമ്മുടെ മനസ്സിൽ തങ്ങിക്കും. സാറ് PhD എടുത്ത എഫേർട്ടിനെ കുറിച്ച് ഞങ്ങൾക്കറിയാം. സാറ് ഇനിയും ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങൾ നേടട്ടെ. സാറിൽ ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്. സാറ് സ്റ്റേജ് വാർ 4 ഫൈനലിസ്റ്റ് ആയിരുന്നു. നല്ല പെർഫോമൻസ് ആയിട്ടാണ് അവിടെ കാഴ്ചവെച്ചത്. ഇന്നത്തെ സെഷനും വളരെ ശാന്തമായിട്ട് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ചില നോട്ടുകൾ, ഗാന്ധിജി എന്നാണ് ജനിച്ചത് എന്നുള്ള പോലെയുള്ള സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് അതൊക്കെ സ്ട്രൈക്കിംഗ് ആയിരുന്നു. അപ്പൊ സാറിന് എല്ലാവിധ ഭാവുകങ്ങളും ഈ ഒരു സുപ്രഭാതത്തിൽ സാറിന്റെ കൂടെ ആയിരിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ. ആൻഡ് സൂസൻ മാം. യെസ് സർ, താങ്ക് യു. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ. വളരെ നല്ല സെഷൻ, നല്ല കാമായിട്ട് പ്ലസന്റ് ആയിട്ട് നല്ലൊരു മെസ്സേജാണ് സർ തന്നത്. അപ്ഡേറ്റ് എന്ന് പറയുന്നത് അൺലേണും ഫിസിക്കൽ അപ്ഡേറ്റും ഇതെല്ലാം ഉണ്ടെങ്കിലും എക്സിക്യൂഷൻ ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്നുള്ളതാണ് വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് എനിക്ക് തോന്നിയത്. അതുപോലെ ഇവോൾവ് ആൻഡ് അപ്ഡേറ്റ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇതെല്ലാം അറിയാം, ഇതെല്ലാം ചെയ്യാം എന്നൊക്കെ ചിന്തിച്ചാലും ആ എക്സിക്യൂഷൻ ഇല്ലെങ്കിൽ കാര്യങ്ങളൊന്നും നടക്കില്ല. അപ്പൊ ഒരു 1% എങ്കിലും ദിവസവും ചേഞ്ച് നമ്മളിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ഒരു അപ്ഡേറ്റഡ് പേഴ്സൺ ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് സക്സസിലേക്ക് എത്താൻ പറ്റുന്നത് എന്നൊക്കെയുള്ള നല്ലൊരു ഓർമ്മപ്പെടുത്തല്. താങ്ക് യു വെരി മച്ച്. എനിക്കൊരു ചെറിയ സംശയമുള്ളത്, സാർ ഡിയുടെ കാര്യം പറഞ്ഞില്ലേ, അപ്പൊ എനിക്കത് മിസ്സായി പോയി. ഡി എന്ന് പറയുന്നത് പർപ്പസ് എന്നാണ് ഞാൻ കേട്ടത്, പക്ഷെ ഡി എന്നുള്ള ലെറ്ററുമായിട്ട് എങ്ങനെയായിരുന്നു കണക്ഷൻ? ഡയറക്ഷൻ. ഓക്കെ. താങ്ക് യു സോ മച്ച് സർ. കൺഗ്രാറ്റുലേഷൻസ്. എക്സലന്റ് സെഷൻ. താങ്ക് യു സർ. ഒരു റിക്വസ്റ്റ് ഉണ്ട്, 30 സെക്കൻഡിന് മുകളിൽ ഫീഡ്ബാക്ക് പോകാൻ പാടില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ 8 മണിന്റെ ഉള്ളിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇത് വൈൻഡ് അപ്പ് ചെയ്യണം എന്നുള്ളൊരു ഇതും കൂടി. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. നിങ്ങളെ ഫീഡ്ബാക്കുകളൊക്കെ അതിമനോഹരമായിരിക്കുന്നുണ്ട്, പക്ഷെ മാക്സിമം ഒരു 30 സെക്കൻഡ്. ഓക്കെ, നെക്സ്റ്റ് റൗ സർ. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു, മനോഹരമായിട്ട് തന്നെ സാർ അതെടുത്തു. സാറ് പറഞ്ഞതിൽ എനിക്ക് ഏറ്റവും ഓർമ്മയിൽ നിൽക്കുന്നത് യുവർ നെറ്റ്വർക്ക് ഈസ് നെറ്റ്വർക്ക് എന്നുള്ളതാണ്. ഇന്നത്തെ കാലത്ത് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ എല്ലാ ഫീൽഡിലും കോമ്പറ്റീഷൻ ആയിരുന്നെങ്കിൽ ഇപ്പം എല്ലാം കൊളാബറേഷൻ ആണ്, ബിസിനസ് ആണെങ്കിലും ഏത് മേഖലയിലാണെങ്കിലും. അപ്പം അതൊന്നും കൂടി ഓർമ്മിപ്പിക്കുന്ന ഒരു കോട്ടായിരുന്നത്. വളരെ നന്നായിരുന്നു. അപ്പം കൂടുതൽ ഇതുപോലെയുള്ള നല്ല സെഷനുകളുമായിട്ട് കോഫി ടോക്കിൽ ഇനിയും വരണം. താങ്ക് യു വെരി മച്ച് സർ. താങ്ക് യു സർ. അതുകൊണ്ടാണ് സാർ എല്ലാവരും വിളിച്ചിട്ട് കൊളാബ് ചെയ്യോ ചോദിക്കുന്നത് അല്ലേ? ഓക്കെ, രഞ്ജിത്ത് സാർ.
സാറേ നമസ്കാരം എല്ലാവർക്കും. സാറേ വളരെ നല്ലൊരു ടോപ്പിക് ആയിരുന്നു സാറ് എടുത്തതും. സാറ് എടുത്ത രീതിയും വളരെ എല്ലാവർക്കും മാതൃകയാക്കാവുന്ന രീതിയാണ്. എന്നാൽ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് എന്നാൽ എല്ലാ പോയിന്റും അതൊരു വളരെ ഒരു എന്താ ഒരു പാട്ട് പാടുന്ന രീതിയിൽ തന്നെ സാർ അത് എടുത്തു. താങ്ക് യു സർ. ബേബി സർ. സാറേ വളരെ മനോഹരമായ ക്ലാസ് ആയിരുന്നു. അഭിനന്ദനങ്ങളുണ്ട്. നേരത്തെ പിന്നെ പറഞ്ഞതുപോലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിൻ്റെ എക്സിക്യൂട്ട്, നമുക്കവിടെ പറയാനും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അത് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവിടെയാണ് നമ്മുടെ എല്ലാ സ്കിൽസും വരേണ്ടത്. അപ്പോഴാണ് നെറ്റ്വർക്കൊക്കെ നമുക്ക് വേണ്ടി വരുന്നതും ടെക്നോളജി വേണ്ടി വരുന്നതും. ഓക്കെ സാർ, നന്നായിട്ടുണ്ട്. അതിലൊരു പ്രധാന കാര്യം സാർ, എൻ്റെ ഒരു നമ്മൾ എത്ര ചെറുപ്പത്തിൽ ചെയ്ത ഒരു ചെറിയ കാര്യമാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തെറ്റാകാം, പക്ഷേ അത് നമ്മൾ ഡിലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാലും അങ്ങനത്തെ ഒരു സന്ദർഭത്തിലെത്തുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് നമ്മുടെ മനസ്സ് വരും, അന്ന് അങ്ങനെ ചെയ്തു പോയല്ലോ. അതിനെന്തെങ്കിലും പിന്നെ ഒരു സൊല്യൂഷൻ എന്തെങ്കിലും അതർ ദാൻ സാർ. താങ്ക് യു സാർ, അഭിനന്ദനങ്ങൾ സാർ. താങ്ക് യു. ഫസീല മാം. സാർ, എനിക്ക് ഇഷ്ടപ്പെട്ട പോയിന്റ് ഇതില് ഗാന്ധിജി പറഞ്ഞില്ലേ, ശരീരം കൊണ്ട് ജനിച്ചത് ഒരു ദിവസം, മനസ്സുകൊണ്ട് ഗാന്ധിജിയായി ജനിച്ചത് വേറൊരു ദിവസം എന്ന്. ആ പോയിന്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ സാറിന്റെ സെഷൻ അടിപൊളിയായിരുന്നു. ഞാൻ 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ ഇരിക്കുന്ന ഫീൽ ആയിരുന്നു. ഓരോ ചോദ്യങ്ങൾ ചോദിക്കൊണ്ട് പറയാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങി വന്നിട്ട് ഞങ്ങൾ ഏതോ പഠിപ്പിച്ചൊരു മാഷ പോലെ തോന്നി. എന്തായാലും അടിപൊളി സെഷൻ ആയിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ് സെഷൻ. ഓക്കെ, താങ്ക് യു സാർ. ബിന്ദു മാം. പ്രദീപ് സർ, ഗുഡ് മോർണിംഗ്. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. നമ്മുടെ ശീലങ്ങൾ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചു വെച്ച് അത് നമ്മൾ അൺലേൺ ചെയ്യണമെന്നാണ്. അതൊരു പ്രധാന ഘടകമാണ്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മളെ എപ്പോഴും പിറകോട്ട് ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചൊട്ടയിലെ ശീലം എന്ന് സാർ പറഞ്ഞു, അത് നമ്മളിൽ ആ കോൺക്രീറ്റ് ആയിട്ട് മനസ്സിലൊക്കെ കിടക്കുന്ന ശീലങ്ങളായിരിക്കും. അതൊക്കെ മാറ്റിയെടുക്കുക എന്നുള്ളത് വളരെ പ്രയാസമുള്ളതായിരിക്കും. പക്ഷെ അതൊക്കെ അൺലേൺ ചെയ്യുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നി. മൊത്തത്തിൽ എല്ലാ സാർ പറഞ്ഞ പോയിന്റ്സും വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ലാസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാന്ന് വരെയുള്ളത് വളരെ നല്ല സെഷൻ ആയിരുന്നു. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു സർ. കൺഗ്രാജുലേഷൻസ് പ്രദീപ് സാർ, നല്ലൊരു സെഷൻ ആയിരുന്നു. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ട്. നമ്മൾ LIB വരുന്ന ആളാന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ എനിക്ക് പരിചയമുണ്ട്, നേരത്തെ സാറിന്റെ സെഷൻസ് നേരത്തെ കേട്ടിട്ടുണ്ട്. വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ഈ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ലേൺ, അൺലേൺ, റീലേൺ ആൻഡ് എക്സിക്യൂട്ട്, ഇതൊരു വല്ലാത്തൊരു കാര്യമാണ്. പണ്ട് കമ്പ്യൂട്ടർ വന്നപ്പോഴും വളരെ ബഹളം ഉണ്ടാക്കിയവർക്ക് ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടർ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അതുപോലെ ഇപ്പൊ AI വന്നിട്ടുണ്ട്, അപ്പോഴും നമ്മൾ പ്രശ്നങ്ങളുണ്ട്. അൺഎംപ്ലോയിഡ് പ്രോബ്ലം വരുമോ എന്നൊക്കെ. എപ്പോഴും ഇതും നമ്മൾ ലേൺ ചെയ്താൽ അതൊക്കെ ശരിയാകും, ഓക്കെ ആകും എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ്. നല്ലൊരു സെഷൻ ആയിരുന്നു. താങ്ക് യു, കൺഗ്രാജുലേഷൻസ്. ലിച്ചിമോൾ തന്നെയാണോ എഴുതിയല്ല? ഓക്കെ സാർ, താങ്ക് യു പ്രദീപ് സാറേ. വളരെ നല്ല സെഷൻ ആയിരുന്നു. നല്ല ശാന്തതയോടുകൂടി വളരെ സിമ്പിൾ ആയിട്ട് ഇന്ററാക്ഷനോടുകൂടെ നല്ലൊരു സെഷനാണ് സാർ എടുത്തത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. വിൻസെന്റ് സാർ. നല്ല സെഷനാണ്. പ്രത്യേകം ആവശ്യമായിരിക്കുന്നവരാണ് എല്ലാവരും. അഭിനയത്തിലേക്ക് കേൾക്കുന്നുണ്ട് സാറേ? കേൾക്കുന്നുണ്ടോ? താങ്ക് യു സോ മച്ച്. എക്സലന്റ് സെഷൻ സർ. And next, Radhamani ma'am, doctor. ഗുഡ് മോർണിംഗ് ഓൾ. നല്ലൊരു സെഷൻ ആയിരുന്നു. എക്സലന്റ് സെഷൻ, ബ്യൂട്ടിഫുൾ സെഷൻ. ആൻഡ് ഒരു പുതിയൊരു ഇത് അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതിനൊരു പുതിയതുണ്ട്. ശരിക്കും നമ്മൾ ഇപ്പം AI കുറിച്ചൊക്കെ പഠിക്കേണ്ട കാലമാണ്. ഞാനൊക്കെ ഈ അപ്ഡേറ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അതാണ് ചിന്തിച്ചത്. കമ്പ്യൂട്ടറിന്റെ കാലത്ത് പറഞ്ഞു ഓൾഡ് ഏജ് എന്തിനാ പഠിക്കുന്നത് കമ്പ്യൂട്ടർ. ഇപ്പൊ നമ്മൾ പറയാണ് AI എന്തിനാ പഠിക്കുന്നത്. ഇപ്പൊ പറഞ്ഞതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ആവണം കുട്ടികളുടെ ഒപ്പം. അപ്പോഴേ നമുക്ക് കുട്ടികളോടൊപ്പം മുമ്പോട്ട് പോകാനും അവരോടൊപ്പം ഇതെടുക്കാനും പറ്റുള്ളൂ. പറഞ്ഞ് മനസ്സിലാക്കി തന്നതിന് വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക്സ് എല്ലാം. ഹാവ് എ നൈസ് ഡേ. ഹരിദാസ് സാർ. ഗുഡ് മോർണിംഗ് സാർ. ഞാൻ നെറ്റ് ഇഷ്യൂസ് കൊണ്ട് കുറച്ച് വേർഡ്സ് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ടോട്ടലായിട്ടുള്ള അതിൻ്റെ ഒന്ന് പറഞ്ഞുതരാം. വളരെ സെഷൻ അവസാനമായിട്ടായിരുന്നു കുറച്ച് കൂടുതൽ ക്ലിയർ ആയി കിട്ടിയത്. നന്നായിരുന്നു.
ഫിസിക്കലിനെ കുറിച്ച് പറഞ്ഞത് ഏത് സബ്ജക്റ്റ് ആണ്? ഒന്ന് സോറി സാർ, എക്സ്ക്യൂസ് മീ, സോറി സാർ. ആൻഡ് ഇനി ടോപ്പിക്കിന്റെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ക്ലാസ് നമ്മൾ ടൈം കഴിഞ്ഞതാണ്. ഇന്നത് റിപ്പീറ്റേഷൻ നമുക്ക് ഇവിടെ ഫ്ലോറിൽ നമുക്ക് പ്രയാസം വരും. ആൻഡ് മനോജ് സാർ, യു ആർ ദ ഹാൻഡ് റൈസ് റിക്വസ്റ്റ് ഓൾറെഡി റിജക്റ്റഡ് ആൻഡ് ഐ എക്സ്പെക്ടിങ് യു ആർ ദ വോട്ട് ഓഫ് താങ്ക്സ് ദ എൻഡ് ഓഫ് ദിസ് പ്രോഗ്രാം. ദ ലാസ്റ്റ് രേഖ ആരാണ്? എക്സ്ക്യൂസ് മീ, ദ ലാസ്റ്റ് ഒരു മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. റീന മാം. റീന മാം, ഓക്കെ. എന്റെ ഒരു മിനി മൊബൈൽ ആയ കാരണം എനിക്ക് കൂടുതലായിട്ട് വിസിബിൾ ആവണില്ല. അതുപോലെ തന്നെ പണ്ടത്തെ പോലെയല്ല, പ്രായം ഏകദേശം 21 ചില്ലറയായി. അപ്പൊ അത് പ്രായം കൂടുന്തോറും നമുക്ക് ചെറിയ പ്രയാസം കണ്ടാ തോന്നുന്നില്ലേ? താങ്ക് യു. ഓക്കെ. ഗുഡ് മോർണിംഗ് സജു സാർ. നല്ലൊരു സെഷൻ ആയിരുന്നു സാർ. ആദ്യം കൺഗ്രാജുലേഷൻ സാർ. നമ്മളും ഈ ന്യൂ ജെൻസിക്കൊപ്പം ഓടേണ്ട ഒരു കാലഘട്ടത്തിലോട്ടായിരിക്കുകയാണ്. ചില ആൾക്കാർ അത് അക്സെപ്റ്റ് ചെയ്യുന്നതുമില്ല, ഈ ഒരു അപ്ഡേഷനിലോട്ട് പോകാൻ തയ്യാറാവുന്നില്ല. ഓക്കെ സാർ, കൺഗ്രാജുലേഷൻ അഗെയിൻ സാർ. താങ്ക് യു സർ, താങ്ക് യു ഓൾ ദ ഫീഡ്ബാക്ക്. എല്ലാവരും ഫീഡ്ബാക്ക് തന്നതിൽ താങ്ക് യു. ആൻഡ് എന്തായാലും ഒരു 8 മണിന്റെ ഉള്ളിൽ നമ്മുടെ പ്രോഗ്രാം അവസാനിപ്പിക്കണം എന്നുള്ള ചടങ്ങ് കൂടിയുണ്ട്. ആഫ്റ്റർ പ്രോഗ്രാമിന് ശേഷം നിങ്ങൾക്ക് എന്തായാലും ഓപ്പൺ ഡിസ്കഷനും അതേപോലെ തന്നെ ട്രെയിനർ ഇവിടെ സ്ഥലത്തുണ്ടെങ്കിൽ അവരോട് ഇന്ററാക്ട് ചെയ്യാം, ബാക്കിയുള്ള എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം. എന്തായാലും നമുക്ക് നമ്മളൊരു പ്രോഗ്രാമിന്റെ ഒരു ഷെഡ്യൂൾ ഉണ്ട്. ആ ഷെഡ്യൂൾ വളരെയധികം കറക്റ്റ് ആയിട്ട് പാലിച്ചേ പറ്റൂ. ദാറ്റ്സ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ചെയർമാൻ. ആൻഡ് ശ്രീ സാറ് നമ്മളെ നെക്സ്റ്റ് പ്രോഗ്രാമിന്റെ നെക്സ്റ്റ് മുന്നോടിയായിട്ട് ശ്രീ സാറ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശ്രീ സാറ് ഫീഡ്ബാക്ക് ഒരു കിസ് പ്രോഗ്രാം ആൻഡ് നമ്മളെ ഈ ഗാദറിങ്ങിനെ കുറിച്ചിട്ട് വളരെയധികം വ്യക്തമായിട്ട് ലീഡ് ചെയ്ത് ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടികൾ കറക്റ്റ് ആയിട്ട് ഏൽപ്പിച്ച് എല്ലാ കാര്യങ്ങളും A to Z വരെ കോർഡിനേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് നമ്മളെ ഗെറ്റ് ടുഗദർ ഗാദറിങ്. ഏകദേശം 75 ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് വീണ്ടും ഒന്നിക്കാം. അപ്പൊ സാർ അതിനെ കുറിച്ച് 2 വാക്കും അതുപോലെ തന്നെ നമുക്ക് കിസ് കോമ്പറ്റീഷന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, അടുത്ത ഒരു സെക്ഷനും സാർ ഏറ്റെടുക്കുന്നതാണ്. ആൻഡ് ദിസ് മൈക്ക് ആൻഡ് ഫ്ലോർ ഹാൻഡ് ഓവർ ടു സേ സാർ. താങ്ക് യു മുജീബ് സാർ, താങ്ക് യു സോ മച്ച്. ഏതായാലും പ്രദീപ് സാറേ, ഞാൻ ആ ക്ലാസ് കേട്ട് അങ്ങനെ വണ്ടടിച്ചിരിക്കുന്നു കേട്ടോ. കുറെ കാര്യങ്ങൾ നമ്മുടെ റിയൽ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നോക്കി. ഒരുപാട് മെച്ചപ്പെടുത്താനുള്ള കുറെ കാര്യങ്ങളുണ്ട്. കഴിഞ്ഞു പോയ കുറച്ച് കാര്യങ്ങൾ ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് തന്നു. എക്സലന്റ്, അടിപൊളി സെഷൻ. ഏതായാലും നമുക്കറിയാം പ്രദീപ് സാറ് പോസിറ്റീവ് കമ്പനി ഉൾപ്പെടെയുള്ള ഒരുപാട് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് മികച്ച രീതിയിൽ ട്രെയിനിങ് എടുക്കുന്ന വ്യക്തി തന്നെയാണ്. നമുക്ക് ഈ സാന്നിധ്യം ഇന്നത്തെ ദിവസം അദ്ദേഹത്തിന്റെ ശബ്ദം കൊണ്ട് തന്നെയാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത്. വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച്. അപ്പൊ ഏതായാലും നമ്മുടെ കിസ് ക്ലബിന്റെ ഭാഗമായിട്ട് കോഫി ടോക്കിൽ പ്രദീപ് സാറെ എന്നൊരു ചടങ്ങുണ്ട്. കാരണം പുതിയൊരു ട്രെയിനർ വരുമ്പോൾ അദ്ദേഹത്തിന്റെ പരിവാരങ്ങൾ കുറച്ചുപേർ എങ്ങനെയും കയറും. അപ്പോൾ അവരെ പുതുതായിട്ട് വന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ അറിവിലേക്ക് വേണ്ടി പറയുന്നു. എല്ലാ ദിവസവും നമ്മൾ ചോദ്യം ചോദിക്കും. ആ ഒരു ചോദ്യത്തിന് നമ്മൾ ചാറ്റ് ബോക്സ് വഴി ആൻസർ ചെയ്താൽ മതി. ഇതിലെല്ലാവർക്കും ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം. ഇതിൽ പുതുതായിട്ട് പങ്കെടുത്ത ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. ചാറ്റ് ബോക്സ് വഴി ആൻസർ ചെയ്യാം. എല്ലാവരും നിങ്ങളുടെ ചാറ്റ് ബോക്സ് ഒന്ന് ക്ലിയർ ആക്കി വെച്ചോളൂ കേട്ടോ. ഒരുപാട് അപ്രിസിയേഷൻ ആയിട്ടുള്ള ഒരുപാട് മെസ്സേജ് വന്ന് കിടക്കേണ്ട പ്രദീപ് സാർക്ക്. ഫൈനലി നമുക്ക് അതിൽ നിൽക്കട്ടെ. അപ്പൊ ഇന്നത്തെ ചോദ്യം മുജീബ് സാർ സൂചിപ്പിച്ച പോലെ നമ്മൾ ഗെറ്റ് ടുഗദറുമായി ബന്ധപ്പെട്ടതാണല്ലോ. എല്ലാവരും ആ ഗെറ്റ് ടുഗദറിന്റെ ത്രില്ലിലായിരിക്കും. കാരണം പ്രദീപ് സാറേ, 3ാമത്തെ വർഷത്തെ ഗെറ്റ് ടുഗദറാണ് നടക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം, ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം 3ാമത്തെ വർഷത്തെ ഫിസിക്കൽ ഗെറ്റ് ടുഗദർ നടത്താൻ പോവാണ്. അടുത്ത മാസം സെപ്റ്റംബർ മാസം 12, 13 തീയതികൾ 2ാം ശനി ഞായർ ദിവസങ്ങളായിട്ട് നടത്തപ്പെടുകയാണ്. അപ്പൊ അതുമായിട്ട് ഒരുപാട് പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കേരളത്തിന്റെ ഏറ്റവും വലിയ കൗതുകം, കേരളത്തിന് 2 അറ്റവും വലിയ മുട്ടിക്കഴിഞ്ഞു എന്നുള്ള. കാസർഗോഡ് എന്നുള്ള രജിസ്ട്രേഷൻ ഉണ്ട്, തിരുവനന്തപുരത്തുള്ള രജിസ്ട്രേഷൻ ഉണ്ട്, പിന്നെ മിഡിലെല്ലാം നമ്മളെല്ലാവരും ഉണ്ട്. അപ്പൊ ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ആയിരിക്കട്ടെ. കാരണം നമ്മളിതിൽ ഓൾമോസ്റ്റ് എല്ലാവരും ട്രെയിനേഴ്സ് ഉണ്ട്, കൗൺസിലേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, ബിസിനസ്മാൻ, അങ്ങനെ എല്ലാ മേഖലയും വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പൊ എല്ലാവർക്കും വേണ്ടത് ഒരു നിരീക്ഷണ പാഠം ഒന്നാണ്. അപ്പൊ നമ്മൾ ഈ ഗെറ്റ് ടുഗദറിന്റെ പോസ്റ്റർ എല്ലാവരും ഓൾറെഡി കണ്ടു കാണും. അപ്പൊ അതുമായി കണക്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ചോദ്യം ഞാൻ എൻ്റെ ചാറ്റ് ബോക്സ് റെഡി ആക്കിയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ചാറ്റ് ബോക്സിലേക്ക് ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുക. ഓപ്ഷൻ ടൈപ്പ് വളരെ സിമ്പിൾ ആയിട്ട് തരുന്നത്. ചോദ്യം വന്നു കഴിഞ്ഞു. കോഫി ടോക്കിന്റെ 2026 അതായത് ഈ വർഷത്തെ ഗെറ്റ് ടുഗദർ ഏത് റിസോർട്ടിൽ വെച്ചാണ് നടത്തപ്പെടുന്നത് എന്നുള്ളതാണ്. നടത്തപ്പെടുന്നതാണ് നമ്മുടെ ചോദ്യം. ഇന്നത്തെ ചോദ്യം റിസോർട്ടിന്റെ പേര് ഉൾപ്പെടെ വന്നിട്ടുണ്ട്. പേര് കാണുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. ആ കൺഫ്യൂഷൻ എന്നുള്ളത് നമ്മൾ IQ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ഒരു ട്രെയിനർക്ക് ഏറ്റവും വേണ്ട നിരീക്ഷണ പാഠമാണ്. എന്ത് സംഭവം കണ്ടാലും സൂക്ഷ്മമായി വിശകലനം ചെയ്യുക, നിരീക്ഷിക്കുക. അങ്ങനെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ട്രെയിനിങ് എടുക്കാൻ പോകുന്നവരാണ് പല സ്ഥലങ്ങളിലും. അവിടെ നിന്ന് നമുക്ക് കുറച്ച് കണ്ടന്റ് അതിൽ തന്നെ കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. മനോജ് സാറെ കാണുന്നുണ്ടോ? യാത്രയിലാണോ? കാണുന്നുണ്ടോ മനോജ് സാർ? കാണുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് ആൻസർ എന്നുള്ളത് മനോജ് സാറെ B ആണ്.
ആരാണ് ചെയ്തത് നോക്കാം ഫസ്റ്റ്. ഓക്കെ. കറക്റ്റ് ആൻസർ ഏറ്റവും ആദ്യം ചെയ്തിരിക്കുന്നത് ശ്രീജിന ടീച്ചറാണ്. എനിക്ക് തോന്നുന്നു ശ്രീജിന ടീച്ചർ ഈ ആഴ്ചയിലെ മൂന്നാമത്തെ തവണയാണ് വിൻ ചെയ്യുന്നതെന്ന് തോന്നുന്നു, അല്ലേ ടീച്ചറെ? എല്ലാവരും 1-2 പേര് AC ഒക്കെ എഴുതിയിട്ടുണ്ട്. അവർ പോസ്റ്റർ ഒക്കെ ഒന്നും കൂടെ നോക്കാൻ ഒരു റിക്വസ്റ്റ് ഉണ്ട്. ഓവർ ടു ശ്രീ സാർ. ഓക്കെ, ശ്രീ ടീച്ചറെ സന്തോഷമായോ? 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 അയ്യോ പറയട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇന്ന് നമ്മുടെ കോഫി ടോക്കുമായിട്ട് ഉള്ള കിസ് ക്ലബില് വിൻ ചെയ്തല്ലോ. സാർ, ഇതിന്റെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ചോദ്യം കൊണ്ട് ഡയറക്റ്റ്ലി ഞങ്ങൾ പുഷ് ചെയ്യുന്ന 3000-ഓളം ആളുകളിലേക്ക് ഈ ഒരു മനോഹരമായ പോസ്റ്റർ ഇപ്പൊ വിത്തിൻ സെക്കൻഡുകളൊക്കെ വരും കേട്ടോ. അതൊരു കാര്യം. പിന്നെ ബാലുശ്ശേരി കിടന്ന് ശ്രീ ടീച്ചർ സ്കൂൾ ഗ്രൂപ്പിലിടും, ഫാമിലി ഗ്രൂപ്പിലിടും, നാട്ടിലിടും, ഫുള്ള് വൈറലാവും ഒരൊറ്റ ചോദ്യം കൊണ്ട്. അപ്പൊ ഇതിന് ഏറ്റവും ഒരു ശ്രീ ടീച്ചർ ചോദിക്കാൻ വെച്ച ചോദ്യമാണ്. ശ്രീ ടീച്ചർ കേൾക്കുന്നുണ്ടല്ലോ? ഈ കോഫി ടോക്കിന്റെ ഗെറ്റ് ടുഗറിന് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത പേര് ഞാൻ കണ്ടു. ബാലുശ്ശേരി എന്ന് പേര് ഞാൻ കണ്ടു. പ്ലസ് ഗെറ്റ് ടുഗറിന് വരുമ്പോ ബാലുശ്ശേരി എന്നുള്ള എന്ത് പലഹാരം കൊണ്ടാണ് നിങ്ങൾ വരുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും? നമ്മുടെ നാട്ടിൽ പ്രത്യേകമായിട്ട് പറയുന്നത് കോഴിക്കോടൻ ഹലുവയാണ്. കോഴിക്കോടൻ ഹലുവ ഹലുവ. വേണേ കൊണ്ടുവരാം. ഓക്കെ, ഇല്ലെങ്കിൽ വേറെ എന്താണോ നിങ്ങൾ ആവശ്യപ്പെടുന്നത് അത് ഞാൻ അവൈലബിൾ ആണെങ്കിൽ കൊണ്ടുവരും. അല്ലാതെ ബാലുശ്ശേരിക്ക് കുഴപ്പമില്ല, പ്രത്യേകമായിട്ട് അതൊക്കെ ഒരു ഫുഡ് ഇല്ല അവിടെ. ഇല്ല, കുഴപ്പമില്ല. അത് ഒരു കോഴിക്കോടൻ ഹലുവ തന്നെ ആയിക്കോട്ടെ അല്ലേ? ഇപ്പൊ കാസർഗോഡുള്ള ആൾക്കും തിരുവനന്തപുരത്തുള്ള ആൾക്കും കഴിക്കാൻ ഒരു കൗതുകം കോഴിക്കോടൻ ഹലുവ തന്നെ ആയിരിക്കും. അതെ, അപ്പൊ കളറും കൂടി പറഞ്ഞാൽ നന്നായിരുന്നു. പല കളറിൽ അവൈലബിൾ ആണ്. കളറില്ല, അത് ശരി, കുഴപ്പമില്ല. ശ്രീ ടീച്ചർ ഇഷ്ടം പോലെ. ഏതായാലും വരുന്നവർ ഒട്ടും നിരാശപ്പെടേണ്ട. വരാത്തവർക്ക് തീരാ നഷ്ടമായിരിക്കും. കോഫി ടോക്കിന് ഗെറ്റ് ടുഗർ മാത്രമല്ല, ശ്രീ ടീച്ചർ അലുവ മിസ് ആവുന്നതാണ്. വൺസ് അഗൈൻ താങ്ക് യു ശ്രീ ടീച്ചർ. ഓവർ ടു ചെയർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ശ്രീ സാർ. ഇന്ന് കിസ് കോമ്പറ്റീഷൻ കൊണ്ട് 2-3 ഗുണങ്ങൾ ഉണ്ടായി. ഒന്ന്, അലുവ കിട്ടി. എല്ലാവർക്കും അലുവ കിട്ടിയതായിട്ട് പ്രഖ്യാപിക്കും. ഇനി ആരാണ് നാളെ ഉത്തരം പറയുന്നു അവർക്കൊക്കെ ഓക്കെ. താങ്ക് യു ശ്രീ സാർ സൂചിപ്പിച്ച പോലെ ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുക അല്ലെങ്കിൽ അത് ഓർഗനൈസ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിൾ അല്ല. 2 ദിവസത്തെ പ്രോഗ്രാംസ് ആണ്. ഏകദേശം 30 പേർക്കാണ് അക്കോമഡേഷൻ നമ്മൾ സെറ്റ് ചെയ്തുള്ളത്. ഏകദേശം 20 പേരോടെ അക്കോമഡേഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി 10 പേര് മാത്രമേ ഉള്ളൂ. അതേ കോമ്പൗണ്ടിൽ അതേ സ്ഥലത്ത് നമുക്ക് അക്കോമഡേറ്റ് ചെയ്യണമെങ്കിൽ അതിന്റെ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സന്തോഷം വേറെ തന്നെ ആവും. എല്ലാവർക്കും അക്കോമഡേഷൻ ഫിക്സ് ചെയ്യും, പക്ഷെ കിലോമീറ്റർ കുറച്ച് അപ്പുറത്തുനിന്നായിരിക്കും. അപ്പൊ ദൂരത്ത് നിന്ന് വരുന്ന ഒരു പ്രത്യേക ശ്രദ്ധിക്കുക. ഫാമിലി ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് മുൻകൂട്ടി ഞങ്ങളെ അറിയിക്കണം. അറിയിച്ചു കഴിഞ്ഞാൽ അക്കോമഡേഷൻ നമുക്ക് എന്ത് ചെയ്യാം, വെനുവിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. മുജീബ് സാറ് ഔട്ടായോ? വോയിസ് പോയോ? നെറ്റ്വർക്ക് ഇഷ്യൂ. മുജീബ് സാറ് റേഞ്ച് എന്തെങ്കിലും ഇഷ്യൂ ആയിട്ടുണ്ടാവും. സാറേ ഞാൻ ലീവ് ചെയ്യാണ്. താങ്ക് യു. ഓക്കെ, പ്രദീപ് സാർ. പ്രദീപ് സാർ താങ്ക് യു. പ്രദീപ് സാറെ, ഗെറ്റ് ടുഗറിന്റെ ഡേറ്റ് ബ്ലോക്ക് ചെയ്തുള്ള പ്രദീപ് സാറെ ലൈവായിട്ട് കാണാൻ ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. നേരിട്ട് വരാം. ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യാം. ഓക്കെ, റൈറ്റ്. ശ്രീ സാർ, കോഫി ടോക്കിന്റെ അഡ്മിൻ ഓൺലി അല്ലെങ്കിൽ മറ്റേതൊന്നും ഇതിൽ പോസ്റ്റ് ചെയ്താൽ നല്ലതല്ലേ? അത് നമുക്ക് ആഡ് ചെയ്യാം. മുജീബ് സാർ ഓക്കെ ആണോ? ഓക്കെ. ഇനി പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യാം, പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യാം. ഏകദേശം 100 പേരിൽ കൂടുതൽ അക്കോമഡേഷൻ അല്ല, 100 പേരിൽ പാർട്ടിസിപ്പൻസ് വന്നാലും പ്രയാസമാണ്. ഏകദേശം 50ഓളം പേര് നമുക്ക് പാർട്ടിസിപ്പൻസ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. ഇനി സമയങ്ങൾ വളരെയധികം കുറവാണ്. നമുക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മുഹൂർത്തങ്ങളും ദിനങ്ങളും ആയിരിക്കണം കോഫി ടോക്ക്. നെക്സ്റ്റ് ഈ പ്രോഗ്രാമിന്റെ അവസാനമായിട്ട് മനോജ് സാർ വെയിറ്റ് ചെയ്യാണ്. ഐ വുഡ് ലൈക്ക് ടു ഇൻവൈറ്റ് മനോജ് സാർ ഫോർ ദ വോട്ട് ഓഫ് താങ്ക്സ് നൗ. താങ്ക് യു ചെയർമാൻ. ഇന്ന് 975ാമത്തെ സെഷൻ വളരെ മനോഹരമായി എപ്പോഴും ചെയർ ചെയ്യുന്ന നമ്മുടെ മുജീബ് സാറിന് ഏറ്റവും സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്തത് നമ്മുടെ ഡോക്ടർ പ്രദീപ് സാറാണ്. അദ്ദേഹം ഇന്നലെ രാത്രി 10 മണിക്കാണ് ഞാൻ അദ്ദേഹത്തെ വിളിച്ചത്, ഇന്നൊരു സെഷൻ എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട്. കാരണം 7ാമത്തെ ട്രെയിനറാണ്. ഞാൻ 6 ട്രെയിനേഴ്സിനെ വിളിച്ചു. അവരൊക്കെ പല അസൗകര്യങ്ങൾ, ഓരോ കാര്യങ്ങളുണ്ടാവും. അവരൊക്കെ പല രീതിയിലും ബിസി ആയിരുന്നു. ചിലർക്ക് സമയം പോരാ, 2 ദിവസം മുമ്പ് പറയണമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ സമയത്തും ഇന്നത്തെ ട്രെയിനിങ് നമ്മൾക്കായിട്ട് എടുക്കാൻ ഏറ്റെടുത്ത ആ ഒരു അവരുടെ മനസ്സിനെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹം ലെഫ്റ്റ് ആയി എങ്കിൽ പോലും ഇത്തരം ട്രെയിനേഴ്സ് ആണ് നമുക്ക് വേണ്ടത്. കാരണം ഏതവസരങ്ങളിലും നമ്മളെ സേവ് ചെയ്യുന്ന അല്ലെങ്കിൽ രക്ഷപ്പെടുത്തുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവർക്കൊക്കെ ഉള്ളത്. അപ്പോൾ വളരെ സ്നേഹം നിറഞ്ഞ കോഫി ടോക്കിന്റെ എല്ലാവിധ സ്നേഹവും സന്തോഷവും നന്ദിയും ഞാൻ അദ്ദേഹത്തിന് രേഖപ്പെടുത്തുകയാണ്. പിന്നെ ഈ പ്രോഗ്രാമിന്റെ ഫൗണ്ടർ ഹിഷാം സാർ, അദ്ദേഹമാണ് ഈ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ 7 AM കോഫി ടോക്ക് എന്നുള്ളത്
ഫോം ചെയ്തത്. അദ്ദേഹവും ഏറ്റവും കൂടുതൽ നന്ദി രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിന്റെ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ശ്രീജിത്ത് സാർ, രേഖ മാം, മുജീബ് സാർ, ഇവരൊക്കെ സ്നേഹം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഓരോ പ്രോഗ്രാമും ലോ പ്രസിഡന്റ്സ്മാരാണ് സ്പോൺസർ ചെയ്യുന്നത്. അത് JFD നിതിൻ സാറും അതുപോലെ JF ജിനി സാംസൺ മാഡവും അവരാണ് ഓരോ തവണത്തെ ഇപ്പൊ നടക്കുന്ന പ്രോഗ്രാമുകളൊക്കെ സ്പോൺസർ ചെയ്യുന്നത്. അവരെയും കൂടെ ഈ സ്നേഹവും നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഇന്നത്തെ വിൻ ചെയ്ത മിക്ക ദിവസങ്ങളിലും വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ആക്റ്റീവായിട്ട് മത്സരങ്ങൾ പങ്കെടുക്കുന്ന ബാലുശ്ശേരിയുടെ അഭിമാനമായ ശ്രീജന ടീച്ചർക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ കുറെ പേരുണ്ട്. നമുക്ക് ഈ കോഫി ടോക്കിന്റെ ചരിത്രം പരിശോധിച്ചാൽ ഒരു 100ഓളം വിന്നേഴ്സ് ഉണ്ട്. അവരൊക്കെ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. കാരണം ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തിക്കൊണ്ടുപോകാനുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് ഈ കിസ് മത്സരമാണ്. അപ്പൊ അതിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്ന എല്ലാ പാർട്ടിസിപ്പൻസിനെയും നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഈ ഒരു പ്രോഗ്രാം എല്ലാ ദിവസവും 50-ൽ 100-നും ഇടയ്ക്ക് ആളുകൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടിസിപ്പൻസിനെ, ആ മെമ്പേഴ്സിനോടുള്ള സ്നേഹവും നന്ദിയും രേഖപ്പെടുത്താതെ വയ്യ. കാരണം ഈ പ്രോഗ്രാമിന്റെ നട്ടെല്ല് എന്ന് പറയുന്നത് കോർഡിനേറ്റേഴ്സോ ഫൗണ്ടറോ ഒന്നല്ല, ഇത് എല്ലാ ദിവസവും കൊണ്ടുപോകുന്ന ഈ പാർട്ടിസിപ്പൻസ് തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. 1-2 പാർട്ടിസിപ്പൻസ് മാത്രമാണെങ്കിൽ ഈ പ്രോഗ്രാം എന്നേ അവസാനിച്ചു കഴിഞ്ഞു. അപ്പോ അവസാനമായി എല്ലാ പാർട്ടിസിപ്പൻസിനും, പ്രത്യേകിച്ച് സീനിയേഴ്സ് കുറെ പേരുണ്ട്, എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് മറ്റെല്ലാം മാറ്റിവെച്ചിട്ട് തന്നെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഓവർ ടു ചെയർമാൻ. താങ്ക് യു സാർ. ഇതുപോലെ തന്നെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും കോഫി ടോക്കിലെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തരണം ചെയ്യാനും അത് ഏറ്റെടുക്കാനും മനോജ് സാർ എന്ന ഒരു വ്യക്തി തൃപ്രയാറിൽ നിന്നും നമ്മുടെ സ്വന്തം മനസ്സ് സാർ ഉണ്ട് എന്നതാണ് കോഫി ടോക്കിലെ ബാക്കിയുള്ള കോർഡിനേറ്റേഴ്സിനും അതേപോലെ തന്നെ സംഘാടകർക്കൊക്കെ ആശ്വാസം എന്നുകൂടി അറിയിക്കുന്നു. ഇത് നമുക്ക് ഇതേപോലെ ജീവിതത്തിന്റെ അവസാനം പോലെ നിലനിർത്താൻ നമുക്ക് കഴിയട്ടെ. ഈ കൂട്ടായ്മവും ഈ സന്തോഷവും എല്ലാം ദിവസവും നമുക്ക് നിലനിന്ന് പോകണം. അതോടൊപ്പം തന്നെ നേരത്തെ ശ്രീ സാർ സൂചിപ്പിച്ച പോലെ നമ്മൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന, നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒത്തു കാണാൻ പറ്റുന്ന, നമ്മളെ ഫാമിലിക്കും നമ്മളെ കുട്ടികൾക്കൊക്കെ എല്ലാവരെയും അറിയാൻ പറ്റുന്ന ഒരു നല്ല ഒരു കുടുംബ സമ്മേളനം കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള ആളുകൾക്കും അവരെ കുടുംബാംഗങ്ങൾക്കൊക്കെ ഒത്തുകൂടി സംസാരിക്കാനും സൗഹൃദം പങ്കുവെക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു വേദിയായിട്ട് നമ്മളെ 1000 എപ്പിസോഡ് കഴിയുന്ന നമ്മളെ 3ാമത്തെ ഗെറ്റ് ടുഗദറിൽ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അതേപോലെ തന്നെ കോഫി ടോക്ക് നമുക്ക് എന്ത് ചെയ്യും, വിട വാങ്ങുന്നില്ല. ഇതേ സമയത്ത് നാളെ 7 മണിക്ക് ഇതേ സമയത്ത് ഇതേ പ്ലാറ്റ്ഫോമിൽ ഇത്രയും ആളുകളോടൊപ്പം നമുക്ക് വീണ്ടും കാണാം എന്നുള്ള ഒരു പ്രതീക്ഷയോടെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ദിവസം വിട പറയാം. ഇനിയും നമ്മൾ ഒന്നിക്കും നാളെ. ഒന്ന് പ്രതീക്ഷയോട് കൂടിയിട്ട്, പ്രതീക്ഷകളാണ് ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങളെയും നമ്മൾ ചലിപ്പിക്കുന്നത്. എല്ലാവർക്കും എല്ലാ പ്രതീക്ഷകളും എല്ലാ ദിവസങ്ങളും നല്ല ദിവസങ്ങളും നന്മകളും നേർന്നുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം നമുക്ക് അവസാനിപ്പിക്കുന്നു. ടുഡേയ്സ് ഗ്രേറ്റ് ഡേ ബിക്കോസ് ടുഡേയ്സ് അവർ ഡേ and today's cool day and today's beautiful day. Wish you all the best. Coffee Talk is urgent. Thank you. Have a nice day. Bye-bye. താങ്ക് യു ചെയർമാൻ. ഇന്ന് കറക്റ്റ് ടൈമിൽ 8:08 പ്രോഗ്രാം അതിന്റെ ചെയ്യാൻ സാധിച്ചു. ഐ അപ്രീഷിയേറ്റ് യു. താങ്ക് യു വെരി മച്ച് മുജീബ് സാർ. ഉസ്മാൻ സാറേ, എന്നെ ഒന്ന് കോസ്റ്റ് ആക്കോ? ഉസ്മാൻ സാർ അവിടെ അടിച്ചു തുടക്കുകയാണ്. ആ സമയത്താണ് നിങ്ങളെ കോസ്റ്റ് അധ്വാനിക്കുന്നവരെ അപ്ഡേറ്റ് അല്ലേ പറഞ്ഞിട്ടുള്ളത്? ദൈവമുണ്ട്. അപ്പുറത്തെ റൂമിൽ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ക്യാമറ 360 വേണോ? എന്നെ കോസ്റ്റ് ആക്കോ? ആഗ്രഹം ഉണ്ടാക്കാന് നടക്കണില്ലേ? ആയിട്ടില്ല കുഞ്ഞെ. ആ സമയത്ത് എനിക്ക് വേണമായിരുന്നു. ഞാൻ നോക്കുമ്പോ നിങ്ങൾ അവിടെ എത്ര കിലോമീറ്റർ കപ്പലൊക്കെ തൂത്തുവാരിക്കൊണ്ടിരിക്കുക. ഓക്കെ അല്ലേ? ഒരു കോസ്റ്റ് കിട്ടാനാണ് എത്ര പ്രയാസം. ആയോ ഹോസ്റ്റ് തന്നെ ആക്കിയിട്ടുണ്ട്. ഹോസ്റ്റ് തന്നെ ആക്കി. അത് അങ്ങനെയാണ് ഞാന്. അപ്പൊ അതെ, നിങ്ങൾ ഗാർഡൻ ഫ്ലവർ വെച്ച ഗാർഡൻ തരുന്ന ആളെ നമുക്കറിയാം. നല്ല അതെ. മലേഷ്യയിൽ വന്ന നമ്മൾ എത്ര പേരാണ് ഇപ്പൊ അവിടെ താമസിക്കണത്? നിങ്ങളാ കാരണം ഈ റൂമിൽ ഒരു 4 ആള്. അത് കേട്ടാ മതി. നമ്മുടെ അവിടുത്തെ വെന്യൂ ഒന്ന് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടേ. നോക്കാം. പുലരി നിലാവിൻ
മഞ്ജു സാറേ, യെസ് യെസ് ഷെയർ ചെയ്യേ, വാല്യൂ നമുക്ക് ഷെയർ ചെയ്യാന്നുള്ളത് ഇതൊന്ന് വല്ല വീട്ടിൽ വല്ല ജോലി ചെയ്തോളൂ നിങ്ങൾക്ക്. മഞ്ജു സാറേ, വെനു സൂപ്പറാണ്. സാറേ റെക്കോർഡിംഗ് ഓഫ് ആയിട്ടുണ്ടോ സാറേ? എനിക്കൊന്നും പറ്റില്ല സാറേ. അതിന്റെ ഒരു വീഡിയോ ഉണ്ട്, വീഡിയോ ഇട്ട് ഞങ്ങള് സ്റ്റാറ്റസ് ഇടാനാ. ഓക്കെ, സെറ്റാക്കാം. റെക്കോർഡിംഗ് ഏതൊക്കെയോ അയച്ചു കൊടുക്കാൻ. അല്ല അയച്ചു